السلام عليكم ورحمة الله وبركاته. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വൽ ആഖിബത്തു ലിത്തഖ്വ വൗസീകും വനഫ്സി ബിതഖ്വല്ലാഹ്. സംഭവകാലത്ത് ഏറ്റവും സജീവമായി ചർച്ച ചെയ്യേണ്ട ശ്രദ്ധേയമായ ഒരു വിഷയം ഈ വിധം ഒരു ചർച്ചയ്ക്ക് തിരഞ്ഞെടുത്തത് തീർച്ചയായും അഭിനന്ദനാർഹമാണ്. മനുഷ്യനാണ് മതത്തിന്റെ വിഷയം. അവനെ ശുദ്ധി ചെയ്യുകയും സംസ്കരിക്കുകയും അവനെ വളർത്തിക്കൊണ്ടുവരികയുമാണ് മതം നിർവഹിക്കുന്ന ധർമ്മം. മതം എന്ന വാക്ക് ഒരുപക്ഷെ പല വിധത്തിലുള്ള അർത്ഥങ്ങളെ ധ്വനിപ്പിക്കുന്നുണ്ടാകാം. റിലീജിയൻ എന്ന് പറഞ്ഞാലും ഒരുപക്ഷെ അങ്ങനെ വരാം. പക്ഷെ ദീൻ എന്ന അറബി പദത്തിന് മെയ്വഴക്കം കുറവാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ആ പദം അതൊരു വിധേയത്വമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആകുമ്പോൾ തീർച്ചയായും അത് ഒരു സബ്മിഷനാണ്, സറണ്ടറാണ്. പരിവർത്തനമാണ് മതത്തിന്റെ ലക്ഷ്യം. മാറണം, ഒരു വ്യക്തി മാറണം, കുടുംബം മാറണം, സമൂഹം മാറണം. മാറുന്നത് ജീർണതകൾ ഒഴിവാക്കി അരുതായികകളെ ഉപേക്ഷിച്ച് നന്മയിലേക്കുള്ള മാറ്റമാണ്. ആ മാറ്റം ഏത് സാഹചര്യത്തിലാണോ മതം കടന്നു വരുന്നത്, ആ സാഹചര്യത്തിൽ നിലനിൽക്കുന്ന മുഴുവൻ ജീർണതകളെയും മതം നിശിതമായി വിമർശിച്ചിരിക്കും. പക്ഷെ മാറ്റത്തിന് ഒരാധാരം ഉണ്ടാകണം, പരിവർത്തനത്തിന് ഒരടിസ്ഥാനമുണ്ടാകണം. ആ അടിസ്ഥാനം, അതിന്റെ ഇസ്ലാമിക പരിപ്രേക്ഷ്യം വളരെ പ്രസിദ്ധമാണ്, വ്യക്തമാണ്. മൗലികമായൊരു വിശ്വാസത്തിന്റെ ആധാരം ആ പരിവർത്തനത്തിനുണ്ടാകണം. ഒരു വ്യക്തിയിൽ അവൻ വളർന്ന് കുടുംബമാകുമ്പോൾ, ആ കുടുംബങ്ങൾ വികസിച്ച് സമൂഹമായി പരിണമിക്കുമ്പോൾ സമൂലമായി സംഭവിക്കേണ്ട മാറ്റം തീർച്ചയായും ഒരു വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയാകണം. വിശ്വാസം ഒരാദർശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്. എല്ലാ മതങ്ങളും സത്യം എന്ന് പലരും പറയാറുണ്ട്. ഒരുപാട് ദർശനങ്ങളുണ്ട്. സർവ്വതും ശരിയാണ് എന്ന് ആളുകൾ പ്രസംഗിക്കാറുമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സർവാദർശ സത്യവാദം, സർവവീക്ഷണ സത്യവാദം, സർവമത സത്യവാദം, അത് സത്യമല്ല. എന്താണോ സത്യം അതുമാത്രമാണ് സത്യം. സത്യത്തിന് മാത്രമേ ശക്തി ലഭിക്കൂ. സത്യത്തിന് മാത്രമേ ലോകത്ത് വല്ലതും ചെയ്യാനൊക്കൂ. ഇത് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി വരച്ചു കാണിച്ചിട്ടുള്ളതാണ്. മതങ്ങൾ ഒരുപാട് ലോകത്തുണ്ടായിരുന്നു പല കാലഘട്ടങ്ങളിൽ. പക്ഷെ എല്ലാ മതങ്ങളുടെയും അസ്ഥിവാരം പരിശോധിച്ചാൽ നമ്മൾ കാണുക അവക്ക് റിവീൽഡ് ആണ്, ദൈവദത്തമാണ്. ഒരു വെളിപാടിന്റെ ബലമുണ്ടവയ്ക്ക്. പിന്നീട് മനുഷ്യന്റെ കൈകടത്തലുകൾ, അവന്റെ ദുസ്വാധീനം, അതാ മതത്തിന് ഒരുപാട് ഉപദ്രവങ്ങൾ വരുത്തിവെച്ചു. ഇന്ന് നിങ്ങൾ നോക്ക്, മതമെന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് എന്തൊരു അലർജിയാ. ആളുകൾക്കെന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾക്ക്. അതിന് കാരണമുണ്ട്. മതം അവർക്ക് തികച്ചും സ്വകാര്യമായ ഒരു ഏർപ്പാടാണ്. അത് പറയുമ്പോഴാണ് ഓർക്കുന്നത്, വിശുദ്ധ ഖുർആനിലെ ഏറെ ശ്രദ്ധേയമായൊരു സൂക്തമുണ്ട്. വിഷയം നമസ്കാരമാണ്. വൈദാ ഖുളിയത്തിസ് സ്വലാത്ത് ഫൻതശിറൂ ഫിൽ അർള് വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ് വദ്കുറുല്ലാഹ കസീറ. അർത്ഥം ഇങ്ങനെയാണ്: നമസ്കാരമൊക്കെ കഴിഞ്ഞാൽ ഇറങ്ങണം നിങ്ങൾ പുറത്തേക്ക്.
അപ്പൊ നിങ്ങൾ കൂടുതൽ ദൈവത്തെ ഓർത്തോളണം. മതദർശനങ്ങളുടെ പ്രയോഗം പള്ളിക്കകത്ത് മാത്രമോ, അത് ഓരോരുത്തരുടെയും സ്വകാര്യ ജീവിതത്തിൽ മാത്രമാണോ? ഒരിക്കലുമല്ല. മതത്തിന്റെ സമഗ്രമായ പ്രയോജനം, അതിന്റെ സമ്പൂർണമായ ഫലപ്രാപ്തി, മതം എന്നത് മനുഷ്യരാശിക്ക് ഒരനുഗ്രഹമായി തീരുന്നത്, മനുഷ്യ വംശത്തിന്റെ പരിവർത്തനത്തിന് അതൊരു ഹേതുകമായി ഭവിക്കുന്നത്, അത് ശക്തിയായി തീരുന്നത് തീർച്ചയായും മതം ഈ വിധത്തിൽ സമഗ്രസ്പർശിയായി, സർവതലസ്പർശിയായി വരുമ്പോൾ തന്നെയാണ്. സെക്യുലറിസത്തെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. സെക്യുലറിസത്തിന്റെ ഭാഷ്യങ്ങൾ പലതാണ്. ഗാന്ധിജി സ്വീകരിച്ചിരുന്ന ഒരു സെക്യുലറിസമുണ്ട്. കെ പി കേശവ മേനോൻ എഡിറ്റ് ചെയ്ത് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധം ചെയ്ത ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് സെക്യുലറിസത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട്. അതുപോലെ മതാത്മകമാണ് ഒരു പരിധിവരെ. ഒരു ഗാന്ധിയൻ സങ്കല്പമാണത്. ആ സങ്കല്പം കോൺഗ്രസുകാർക്ക് തന്നെയും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഉണ്ടല്ലോ. മഹാത്മാഗാന്ധി ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചു. എനിക്ക് മതം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിലെ എല്ലാമാണ്. എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ, എന്റെ സാമൂഹ്യ സേവന മേഖലയെ നിയന്ത്രിക്കുന്നത് ആ മതമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരുപക്ഷെ ഗാന്ധിജി പ്രതിനിധാനം ചെയ്യുന്ന മതാവബോധത്തെക്കാൾ കുറച്ചുകൂടി ശക്തമായ ആധാര ശിലകളുള്ളതാണ് ഇസ്ലാം, വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മതബോധത്തിന്റെ കാതൽ. സാധാരണ നമ്മൾ അറബിയിൽ പറയും തൗഹീദ്, റിസാല, ആഖിറത്ത്. സംശുദ്ധമായ, കറകളഞ്ഞ, ഏച്ചുകെട്ടാൻ പാടില്ലാത്ത, വെച്ചുകെട്ടിയാൽ നിൽക്കാത്ത ഏകദൈവാരാധന സംസ്കാരത്തിന്റെ പേരാണ് തൗഹീദ്. അത് പഠിപ്പിക്കാൻ ആ ഏകദൈവത്വം, മനസ്സ് ശിഥിലമാകാത്ത ഏകദൈവത്വം, അതാ ഷിർക്കിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ബഹുദൈവത്വത്തിന്റെ ഏറ്റവും വലിയ ദ്രോഹമത. മനസ്സും ഹൃദയവും പങ്കുവെക്കപ്പെടും. ഒരു വിഷയത്തിന് പരിഹാരം തേടാൻ പറ്റാതെ വരും. ഒരു പ്രശ്നം എങ്ങനെ ടാക്കിൾ ചെയ്യും, കഴിയാതെ വരും. നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യം ഉയർന്നാൽ എന്തുത്തരം പറയും, ബുദ്ധിമുട്ടാകും. ഈ ഒരു ബുദ്ധിമുട്ടും പ്രശ്നവും ഉണ്ടാകാത്ത സംശുദ്ധമായ ഏകദൈവ സങ്കല്പത്തിന് ആധാരമായ ജീവിത സംസ്കൃതിയുടെ ആൾരൂപമാണ് റിസാലത്ത്. ഇത് പ്രായോഗികമോ? കേട്ടാൽ അതിശയം തോന്നും. പ്രായോഗികം, തീർച്ചയായും അതെ. ആ പ്രായോഗികത ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ ഒരു പ്രവാചകനായ മനുഷ്യന്റെ സാന്നിധ്യം ലോകത്തിന് ആവശ്യമാണ്. അത് എക്കാലത്തും. മുഹമ്മദ് നബി ആ കണ്ണിയിൽ അവസാനത്തെ പ്രവാചകനായിരുന്നു താനും. ഇതൊക്കെ എന്തിനാ എന്ന് ചോദിച്ചാൽ, റിപ്പർ മുതുകുറ്റി ചന്ദ്രൻ 125ഓളം കോൺസ്റ്റബിൾസിനെ നിഷ്ഠൂരമായി വെടിവെച്ചു കൊന്ന വീരപ്പൻ, ചാൾസ് ശോഭരാജ്, മയക്കുമരുന്നുകളുടെ ലോകത്ത് കോടാനുകോടി നേടാൻ വേണ്ടി സമ്പത്തിന്റെ വിപുലമായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാൻ ലോകത്തെ മുഴുവൻ യുവത്വത്തിന്റെയും നെഞ്ചത്ത് ചവിട്ടി അരച്ച് അവരെ ബോധം കെടുത്തിയ നരാധമന്മാരായ മയക്കുമരുന്ന് ലോകത്തെ അധോലോക ചക്രവർത്തിമാർ എല്ലാവരും സുഖമായിട്ട് ജീവിച്ചവരാണ്. പലരും സുഖമായി മരിച്ചവർ പോലുമാണ്. അപ്പോ നീതി ലഭിക്കുന്ന, നീതി അത് മനുഷ്യന്റെ ഒരു തേട്ടമാണ്. നീതി ലഭിക്കുന്ന ഒരു നല്ല നാളെ ഉണ്ടാകണം. ഇവിടെ നിഷേധിക്കപ്പെട്ടവന് അവിടെയെങ്കിലും ലഭിക്കണം. ഇത് വിശ്വാസത്തിന്റെ തൃതീയമായ വശമാണ്, അതിന്റെ മൂന്നാം ഘട്ടം. ഈ വിശ്വാസ തലത്തിൽ നിന്നുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന, അഥവാ ഇസ്ലാമിന്റെ അനുയായികൾ പ്രതിനിധാനം ചെയ്യുന്ന എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, ആ വിശ്വാസ ദർശനം, അതിശക്തമായ ആ വിശ്വാസ ദർശനത്തിന് ഈ ലോകത്തെ മുച്ചൂട് മാറ്റുവാനുള്ള കഴിവുണ്ട്, യാതൊരു സംശയവുമില്ല. ലിമ ഖദിംതും ഇലൈനാ വബിമ ഖദിംതും. ഞാൻ അറബി പറയുന്നതിൽ ക്ഷമിക്കണം. എന്തിനാ നിങ്ങൾ വന്നത്? എന്താ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നത്? റിബഈ എന്ന സ്വഹാബിയുടെ മറുപടി, അല്ലാഹു ബതഅസന
لإخراج من شاء من عباده من عبادة العباد إلى عبادة الله وحده ومن ضيق الدنيا إلى سعة الدنيا والآخرة ومن جور الأديان إلى عدل الإسلام. വിശുദ്ധ ഖുർആനിൽ ഒരു സൂക്തമുണ്ട്. ഒരുപക്ഷെ അതിന്റെ വിശദീകരണമായിട്ട് ഈ വചനത്തെ നമുക്ക് പരിഗണിക്കാം. ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനി ഇബാദുൻ അംസാലുക്കും. മനുഷ്യന്റെ സ്വതവേയുള്ള ദൗർബല്യത്തിന്റെ ഒരു റിസൾട്ടാണ് അവൻ എന്തിനും ഏതിനും പകച്ച് ആരെയോ ആശ്രയിക്കാൻ വെമ്പുന്ന സ്ഥിതി ഉണ്ടാവുക എന്നത്. അപ്പോ ദൈവേതര ശക്തികളെ ആശ്രയിക്കുന്ന സാഹചര്യമുണ്ടാകും. അതൊക്കെ നിങ്ങളെപ്പോലെയുള്ളവരാ. നിങ്ങൾ ആരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവരൊക്കെ നിങ്ങളെപ്പോലുള്ള ദൈവദാസന്മാർ മാത്രമാണ് എന്ന ഖുർആന്റെ പ്രഖ്യാപനം ഒരുപക്ഷേ മിൻ ഇബാദത്തിൽ ഇബാദ് ഇലാ ഇബാദത്തില്ലാഹി വഹ്ദ. ലോകത്തെ നന്നാക്കിയെടുക്കാനൊപ്പം പരലോകം വിജയിച്ചു പോരാൻ വമിൻ ജൗരിൽ അദിയാൻ ഇലാ അദ്ലിൽ ഇസ്ലാം. ഒരുപാട് ദർശനങ്ങൾ, മതമെന്ന പേരിൽ ഒരുപാട് കാഴ്ചപ്പാടുകൾ, അവയിലെ നന്മയ്ക്കും സത്യത്തിനും നീതിക്കും വിരുദ്ധമായ വശങ്ങളെ ചൂണ്ടിക്കാണിച്ച് ഇലാ അദ്ലിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ നീതി സംഹിതയിലേക്ക് ഈ ലോകത്തെ വിമോചിപ്പിക്കുവാൻ അള്ളാഹു ഞങ്ങളെ അയച്ചതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതാ ജീവിതം, അഥവാ അതാണ് മതത്തിന്റെ വളരെ കൃത്യമായ ലക്ഷ്യം. മതം ഇഖ്റാജ് ആണ്. ഖുർആൻ ആ പദം പ്രയോഗിച്ചിട്ടുണ്ട്, ഇഖ്റാജ്. ഇഖ്റാജ് എന്ന പദത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഭൗതികമായ ഒരു മോചനമല്ല. ഒരു വ്യക്തിയുടേതാകട്ടെ, ഒരു കുടുംബത്തിന്റേതോ സമൂഹത്തിന്റേതോ രാഷ്ട്രത്തിന്റേതോ ഈ ലോകത്തെ മൊത്തം മാനവരാശിയുടേത് തന്നെ ആകട്ടെ, ഭൗതികമായ മോചനമല്ല. രാഷ്ട്രീയമായി നമ്മൾ മോചിതരായി. അതിന് തഹരീർ എന്നേ പറഞ്ഞുവിടും. അത് നമ്മുടെ ബന്ധനങ്ങളിൽ നിന്നുള്ള ഒരു മോചനം മാത്രമാണ്. യഥാർത്ഥ മോക്ഷം, സാൽവേഷൻ എന്ന് പറയുമല്ലോ, ഒരു ലിബറേഷൻ അല്ല, സാൽവേഷൻ. ആ സാൽവേഷന്റെ വിശാലമായ അർത്ഥതലത്തിലേക്ക് വരുന്നതിന് ഇഖ്റാജ് കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ് മിനൽ ളുലുമാതി ഇല നൂർ. അപ്പോൾ തന്നെ മതം സാമൂഹ്യ സ്പർശിയായ ഒരു സംഗതിയായി തീർന്നു. ഈ സമൂഹത്തിന്റെ എല്ലാ നന്മകളെയും മതം പ്രതിനിധാനം ചെയ്യുന്നു. ഈ സമൂഹത്തിൽ വളർത്തേണ്ട എല്ലാ നന്മകളിലും മതത്തിന് പ്രതീക്ഷയുണ്ട്. മതം അതിനെയാണ് ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെ വരുമ്പോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശക്കുന്നവന് ആഹാരമായി വരണം, അതിന് മതം വേണ്ട. ഒരു മതവിശ്വാസി സമൂഹത്തിൽ വിശന്ന് കഴിയുന്നവനുണ്ടെങ്കിൽ അവന്റെ മതം നോക്കി എന്താ നിന്റെ പേര് ചോദിച്ചു പോകരുത്. അവൻ മനുഷ്യനാണ്, അതുതന്നെ കാരണം. വിശക്കുന്നവന് ആഹാരമായി അത് ചെല്ലണം, നഗ്നന് അത് വസ്ത്രമായിട്ടെത്തണം, താമസിക്കാൻ കൂരയില്ലാത്തവന് അതൊരു കൊച്ചു കൂരയായി ഭവിക്കണം. അഥവാ ഒരാൾക്ക് തീരെ സുഖമില്ലെങ്കിൽ ആ രോഗിക്ക് അത് ഔഷധമായി അനുഭവപ്പെടണം. എല്ലാ അർത്ഥത്തിലും മതം ഒരു വ്യക്തിയുടെ മാനസികമായ വ്യാധികൾക്ക് സിദ്ധൌഷധമാണ്. മതം ഒരു സമൂഹത്തിന്റെ ഭൗതികമായ വിശപ്പിന് സിദ്ധൌഷധമാണ്. ലോകത്ത് ഇത്രയേറെ പരിവർത്തനം വരുത്തിയ മറ്റൊരാശയവും ഉണ്ടായിട്ടില്ല എന്ന് ചരിത്രം പറയുന്നുണ്ട്. പേർത്തും പേർത്തും പറയുന്ന ഈ സത്യം ഒരുപക്ഷെ അംഗീകരിക്കാൻ മടിക്കുന്ന ആളുകൾ ഈ ആസുര ലോകത്ത് മതം എന്ന് കേൾക്കുമ്പോ വലിയ പ്രശ്ന, അതിന്റെ പ്രാകൃതമായ ചില സങ്കല്പങ്ങൾ ഉണ്ടെന്ന്, മതത്തിന്റേതാണെന്ന് കരുതപ്പെട്ട ചില സങ്കല്പങ്ങൾ, അത് തീവ്രവാദമോ, മതം എന്ന് പറഞ്ഞാൽ തന്നെ മൗലികവാദമോ, മതം എന്ന് പറഞ്ഞാൽ അത് ഭീകരവാദമോ. നോക്കണം നിങ്ങൾ, ഒരുപാട് ഒരുപാട് വഞ്ചനകളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സ്വാഭാവികമായും മതം സംശയദൃഷ്ടിയാൽ വീക്ഷിക്കപ്പെടും. മതവിശ്വാസി സ്വാഭാവികമായും പ്രതിക്കൂട്ടിൽ ഒന്നാം പ്രതിയായി നിർത്തപ്പെടും. തിരുത്താൻ സാധിക്കുക മതവിശ്വാസിക്ക് മാത്രമാണ്. ഒരു മതം അത് വിശുദ്ധമെങ്കിൽ ആ മതത്തിന്റെ വിശുദ്ധി തെളിയിക്കേണ്ടത് തീർച്ചയായും മതവിശ്വാസിയാണ്. ഇമാം ഗസാലി ഇഹ്യായിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു വസ്തു ഒരു നാട്ട വളഞ്ഞിരുന്നാൽ അതിന്റെ നിഴൽ നേരെയാകുന്നത് എങ്ങനെ? ഒരു മതവിശ്വാസിയുടെ മുഖത്ത് നോക്കി സമൂഹം പറയില്ല, യഥാർത്ഥ മതവിശ്വാസിയുടെ മുഖത്ത് നോക്കി പറയില്ല നീയും നിന്റെ മതവും തുലയട്ടെ എന്ന്. അങ്ങനെ പറയാനുള്ള നാവ് പൊന്താത്ത വിധത്തിൽ, ശബ്ദമുയരാത്ത തരത്തിൽ അവന് ഈ മതത്തിന്റെ നന്മകൾ ബോധ്യപ്പെടുത്തുന്നിടത്ത് മതവിശ്വാസികൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം. മനുഷ്യന്റെ സെൻസ് ഓഫ് ജസ്റ്റിസ്. ഒരുപക്ഷെ ഇസ്ലാം
ഈ ലോകത്ത് ഒരു മതദർശനം എന്ന നിലയ്ക്ക്, ഒരു അന്തിമ വേദഗ്രന്ഥം എന്ന നിലയ്ക്ക് ഈ ലോകത്ത് മുന്നോട്ട് വെച്ചത് സ്നേഹത്തെക്കാൾ ഒരുപാട് പടികൾക്ക് മുന്നിൽ നീതിയെയാണ്. സ്നേഹമല്ല, നീതിയാണ് വലുത് എന്ന തരത്തിൽ പറഞ്ഞു. ആ നീതി ലോകത്തിന് കൃത്യമായി പകുത്തു കൊടുക്കുന്നതിനാണ് വാസ്തവത്തിൽ അദിൽ എന്ന് പറയുന്നത്. ഏറ്റക്കുറവുകളില്ലാതെ, പക്ഷപാതിത്വങ്ങളില്ലാതെ, പൂർണ്ണമായ നിഷ്പക്ഷതയിൽ ലോകത്തോട് നീതി പുലർത്തുക. ഒരു മതവിശ്വാസിക്ക് അവന്റെ മാതാപിതാക്കൾ, അവന്റെ ബന്ധുക്കൾ, അവൻ ജന്മം നൽകിയ മക്കൾ, അവന്റെ സ്വന്തം കൂടപ്പിറപ്പുകളായ സഹോദരങ്ങൾ, അവന് വേണ്ടപ്പെട്ട അയൽക്കാർ, അവൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകർ, എന്തുമാകട്ടെ, ആരുമാകട്ടെ, ഒരു MLA-ക്ക്, ഒരു MP-ക്ക്, ഒരു സാമൂഹ്യ പ്രവർത്തകന് കൃത്യമായ മതബോധത്തിൽ പ്രേരിതനായിട്ട് ഞാൻ നീതി മാത്രമേ ചെയ്യൂ, ന്യായം മാത്രമേ എന്നിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ടൂ, ഞാൻ ആർക്കും അവിഹിതമായി ഒന്നും തരില്ല, ആർക്കു വേണ്ടി ഞാൻ എവിടെയും ശിപാർശ പറയില്ല എന്ന് തീരുമാനിക്കാൻ ഒരു രാഷ്ട്രീയക്കാരന് സാധിക്കുന്നു എങ്കിൽ തീർച്ചയായും എവിടെയോ അവന്റെ മനസ്സിൽ കുടികൊള്ളുന്ന മതത്തിന്റെ, നേരത്തെ പറഞ്ഞ എത്തിക്സിന്റെ, റൈറ്റസ്നെസ് എന്ന മൂല്യത്തിന്റെ ബലത്തിലാണ്. ആ മൂല്യബോധം നഷ്ടപ്പെടുന്നത് കൊണ്ടും മതവിശ്വാസികളിൽ തന്നെ ആ മൂല്യബോധം വേണ്ടത്ര അളവിൽ കാണാത്തത് കൊണ്ടുമാണ് ഇന്നിത് പറയുന്നത്. എന്നും അതെ, ഒരു ദിവസമല്ല, എല്ലാ ദിവസവും പത്രത്തിൽ, ഇന്ന് പാകിസ്ഥാനിൽ, നാളെ അഫ്ഗാനിസ്ഥാനിൽ, ഒരുപക്ഷെ ഈ രാജ്യങ്ങളിലൊക്കെ തുടർച്ചയായി എന്നും നമ്മൾ കേൾക്കുന്ന ദുരന്ത വാർത്തകൾ. നിർഭയമായി ജീവിക്കാൻ സെൻസ് ഓഫ് സെക്യൂരിറ്റി എന്ന് പറയുന്ന വലിയൊരു സംഗതിയാ. സുരക്ഷിതത്വ ബോധം. ഒരു പ്രദേശത്ത് സന്ധിയാകുമ്പോ കടകൾ അടയ്ക്കുന്നു, അവിടെ മുസ്ലിങ്ങൾ പാർക്കുന്നു എന്ന് വിചാരിക്കാം. പ്രശ്നം മുസ്ലിങ്ങളുടേതാണ്. അവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എന്റെ ഒരു സഹപ്രവർത്തക തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ അവരുടെ കുഞ്ഞുമായി നിൽക്കുമ്പോഴാണ് തൃശൂരിൽ ബോംബ് പൊട്ടിയത്. ആരാണ് പ്രതി എന്ന് ഇപ്പോഴും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഒരുപാട് കലാപങ്ങളും കലഹങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്, പലരും പഴിചേർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ചിലരൊക്കെ കൂട്ടത്തിൽ നിരപരാധികളായിരുന്നു താനും. പക്ഷേ ഒന്നുണ്ട്, അവിടെ മതവിശ്വാസികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അവന്റെ മതം അവനെ സ്വാധീനിച്ചിട്ടില്ല, അവന്റെ സാമൂഹ്യ ബന്ധങ്ങളെ ഒരിക്കലും ക്രിയാത്മകമായി സ്വാധീനിച്ചിട്ടില്ല. ആ മതത്തെ അൽ മുഅ്മിൻ മൻ അമിനഹുന്നാസ് അലാ അൻഫുസിഹിം വ അംവാലിഹിം, ഒരു വിശ്വാസി മറ്റുള്ള ആളുകൾക്ക് അവരുടെ സ്വത്തിനും അവനെ കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ ജീവന്റെ കാര്യത്തിലും സുരക്ഷിതത്വ ബോധമുണ്ടാകണം. അപ്പോഴാണ് വിശ്വാസിയാകുന്നത്. അത് തീർച്ചയായും അവന്റെ മതാവബോധത്തെ കൂടുതൽ പ്രബലീകരിക്കുന്നതാണ്. നമ്മുടെ കേന്ദ്ര വിചാരകാര്യം ഡയറക്ടർ പി പരമേശ്വരൻ ഉണ്ടല്ലോ, അദ്ദേഹം ഹൈന്ദവ ദർശനങ്ങളെ സംബന്ധിച്ചൊക്കെ ആഴത്തിൽ പഠിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം ഒരു ഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട്, ഈ സമൂഹത്തിന്റെ ഭൗതികമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് അവിടെയാണ് നമുക്ക് വിയോജിപ്പുള്ളത്. ഈ സമൂഹത്തിന്റെ ഭൗതികമായ മേഖലകൾ കൈകാര്യം ചെയ്യുന്നതിന് മതം വേണ്ട, അതിന് രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അപ്പൊ വാസ്തവത്തിൽ രാഷ്ട്രീയത്തിലും മതം വേണ്ട എന്ന് അദ്ദേഹം ധരിച്ചിട്ടുണ്ടാകണം ഒരുപക്ഷെ. അതേസമയം തൊട്ടടുത്ത വായിൽ തൊട്ടടുത്ത ശ്വാസത്തിൽ അദ്ദേഹം സമർത്ഥിക്കുന്നത് മൂല്യങ്ങളെ ധാർമ്മികതയെ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടികൾ മതി, രാഷ്ട്രീയ രംഗത്ത് മതത്തിന്റെ സാന്നിധ്യമോ സ്വാധീനമോ വേണ്ടതില്ല എന്ന് പി പരമേശ്വരൻ പറയുന്നുണ്ട്. അത് വസ്തുതയല്ല. നമുക്കതിൽ ചരിത്രത്തിൽ നിന്ന് ഉദാഹരണത്തിന് എടുത്തു കാണിക്കാൻ സാധിക്കുന്നത് എന്താ രാഷ്ട്രീയം എന്ന് പറഞ്ഞ്, രാഷ്ട്രീയം എന്തോ ടെറിബിളായിട്ടുള്ള, പേടിപ്പെടുത്തുന്ന, ഭയാനകമായ എന്തോ ഒന്നാണെന്ന് തോന്നും. ഈ രാഷ്ട്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാരെയും, മുസ്ലിങ്ങളെ മാത്രമല്ല, ഈ രാജ്യത്തെ ക്രൈസ്തവരെയും ഈ രാജ്യത്തെ ഹൈന്ദവ സഹോദരങ്ങളെയും എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അത് കൈകാര്യം ചെയ്യുന്നതിനും അതിന് ആരോഗ്യകരമായ പരിഹാര മാർഗങ്ങൾ തേടി അത് നേടുന്നതിനും പറയുന്ന പേരാണ് രാഷ്ട്രീയമെങ്കിൽ ആ രാഷ്ട്രീയത്തിന് തീർച്ചയായും മതബോധത്തിന്റെ അടിസ്ഥാനം ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ അവിടെയാണ് സാധാരണ പൊളിറ്റിക്സ് ഈസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് സ്കൗണ്ടറൽസ്, തെമ്മാടികൾ ഒരുമിച്ച് കൂടുന്ന അവസാനത്തെ താവളമാണ് രാഷ്ട്രീയം എന്നൊരു ചൊല്ലുണ്ട്. അത് വസ്തുതയാണെങ്കിലേ ഈ വാദം ശരിയാകും. അല്ല, നല്ല മനുഷ്യർക്ക് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാവുന്ന ഗോതയും മാന്യമായ സാമൂഹ്യ സൃഷ്ടിയുടെ രാഷ്ട്ര നിർമ്മാണത്തിന്റെ വേദിയുമാണ് രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവുമെങ്കിൽ തീർച്ചയായും മതബോധത്തിന്റെ അസ്ഥിവാരത്തിലല്ലാതെ അത് നിർവഹിക്കുക സാധ്യമല്ല തന്നെ. ഒരുപക്ഷെ മതത്തെ ഒരു ഭാഗത്തെ മാത്രം കണ്ട്
മതത്തിന്റെ റൂഹിയത്ത്, അതിന്റെ റൂഹാനിയത്ത്, നേരത്തെ പറഞ്ഞ സ്പിരിച്വാലിറ്റി എന്ന ആത്മീയതയുടെ ഭാഗം മാത്രം കണ്ടിട്ട് അത് മതി എന്ന് വെച്ചതുകൊണ്ടോ, ഇത് ഭൗതിക ലോകക്രമത്തിന് വിട്ടുകൊടുക്കാം, അത് അവർ ചെയ്യട്ടെ എന്ന് തീരുമാനിച്ചതുകൊണ്ടോ സംഭവിച്ചതാകാം ഈ ധാരണ പിശക്. ആ ധാരണ പിശക് ഇസ്ലാം സമ്മതിച്ചു തരുന്ന ഒരു സംഗതിയല്ല. ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അത് വേണം. ഒരു ഉദാഹരണം, ഒരു മുസ്ലിം ഭരണാധികാരിയാണെന്ന് വിചാരിക്കുക. എങ്കിൽ നാട്ടിൽ ജീവിക്കുന്ന മുഴുവൻ പ്രജകളുടെയും വിശ്വാസത്തിന് സ്വാതന്ത്ര്യം കൊടുക്കണം, ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം, അത് പ്രഖ്യാപിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം, ആഘോഷങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. ഒരു ക്രൈസ്തവന്, രാഷ്ട്രം ഇസ്ലാമികമാണെങ്കിൽ പോലും ഒരു ക്രൈസ്തവന് ക്രിസ്തുവിനെ ആരാധിക്കുവാൻ, കന്യാമറിയത്തെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ സ്വാതന്ത്ര്യം കൊടുക്കണം. എന്തൊക്കെ ന്യൂനതകളുണ്ടെങ്കിലും നമ്മുടെ ലോകത്തു നിന്നുള്ള സുപ്രധാനമായ അറബി രാഷ്ട്രങ്ങളൊക്കെ ഈ സ്വാതന്ത്ര്യം വകവെച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രങ്ങളാണ്. അവിടെയൊക്കെ അതെ ക്രിസ്ത്യൻ ആരാധനാലയങ്ങളുണ്ട്. അപ്പോ ഈ ആരാധനാക്രമത്തെ, ഈ സംസ്കാരത്തെ വകവെച്ചു കൊടുക്കുക എന്നത് ഇസ്ലാമികമായ സംസ്കാരത്തിന്റെ നീതിബോധത്തിന്റെ ഫലമാണ്. ആ നീതിബോധം നഷ്ടപ്പെട്ടാൽ പിന്നെ മതം സാമൂഹ്യമാണ് എന്ന് പറയാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ താലിബാന്റേത് മതഭ്രാന്താണ് എന്ന് നമുക്ക് പറയേണ്ടതായി വരും. ശ്രീബുദ്ധ പ്രതിമ തകർക്കുന്നത് ഒരു മര്യാദയാണ് എന്നൊരു പക്ഷെ അവർ കരുതുന്നുണ്ടാകണം. ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന മൗലികമായ മര്യാദകളിലൊന്ന് വലാ തസബ്ബുല്ലദീന യദ്ഉന മിൻ ദൂനില്ലാഹി ഫയസബ്ബുല്ലാഹ അദ്വം ബിഗൈരി ഇൽം, യാതൊരു അറിവുമില്ലാതെ അള്ളാഹുവിനെ പഴിക്കാൻ കാരണമായേക്കും എന്നതിനാൽ ഒരിക്കലും ഇതര മതസ്ഥരുടെ ദൈവങ്ങളെ, ഉപദൈവങ്ങളെ, ദേവീദേവന്മാരെ ഒന്നും നിങ്ങൾ ഭത്സിക്കരുത് എന്ന് ഇസ്ലാം ശക്തമായി ശാസിക്കുന്നുണ്ട്. അത് ശിർക്കിന് നൽകുന്ന അംഗീകാരമല്ല, അവരുടെ വ്യക്തിത്വത്തിനും അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും അവരുടെ മതവിശ്വാസത്തിന്റെ മാന്യതയ്ക്കുമൊക്കെ ഇസ്ലാം വകവെച്ചു കൊടുക്കുന്ന ഒരു അംഗീകാരം മാത്രമാണ്. ഇത് എവിടെയാണോ നിഷേധിക്കപ്പെടുന്നത് അവിടെ മതം തന്നെ നിരർത്ഥകമായി ഭവിക്കും. നിങ്ങൾ നോക്കൂ, ഇസ്ലാം 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറ 185-ാമത്തെ ആയത്തിൽ ശ്രദ്ധേയമായ ഒരു സൂക്തത്തിന്റെ കഷ്ണമുണ്ട്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. ജീവിതത്തിൽ ക്ലേശം, കഷ്ടപ്പാട്, ദുരിതം, യാതന ഇതൊന്നും അള്ളാഹു ലക്ഷ്യം വെക്കുന്നില്ല. നിങ്ങൾക്ക് യാതനയും ദുരിതവും ഇല്ലാത്ത ഒരു ജീവിതമുണ്ടാകണം. ശരിക്ക് അസീസുൻ അലൈഹിമ അനിത്തും പ്രവാചകനെ വിശേഷിപ്പിച്ചപ്പോഴും അത് പറഞ്ഞു. നിങ്ങളുടെ ജീവിത ക്ലേശങ്ങൾ ആ പ്രവാചകനെ നൊമ്പരപ്പെടുത്തുന്നുണ്ടാകും, നിങ്ങളുടെ നന്മകളിൽ ആ പ്രവാചകൻ അതിയായി കൊതിക്കുന്നുമുണ്ടാകും. ഇതാണ് യഥാർത്ഥത്തിൽ മതത്തിന്റെ സാമൂഹ്യമായ ഇടപെടൽ എന്നതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്. അപ്പോ ധർമ്മത്തെ, നീതിബോധത്തെ, മൂല്യസങ്കല്പത്തെ മതത്തിൽ നിന്ന് വേർപെടുത്തി പറിച്ചു നടുക സാധ്യമല്ല. മതമാണ് ധർമ്മത്തിന്റെ മാതാവ്, മതമാണ് മൂല്യങ്ങളുടെ മാതാവ്. ആ മതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഊർജം വലിച്ചെടുത്തു വേണം നമ്മുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് നാം ശക്തി സംഭരിക്കുവാൻ. മതമുക്തമായ, ധർമ്മമുക്തമായ ഒരു സാമ്പത്തിക രാഷ്ട്രീയ ദർശനം ഇസ്ലാമിലില്ല. അവിടെയൊക്കെ മതത്തിന്റെ സ്പർശമുണ്ട്, ശക്തമായ ശാസനകളുടെ സ്വാധീനമുണ്ട്. ഒരു മുസ്ലിം ആരുമാകട്ടെ, അയാൾ മുസ്ലിം ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് വിചാരിക്കുക, മുസ്ലിം ഒരു ലീഗുകാരനാണെന്ന് വിചാരിക്കുക, എങ്കിൽ അയാൾക്ക് എന്തും ചെയ്യാമോ, എന്തും പറയാമോ? അങ്ങനെ ആര് പറഞ്ഞു? അഥവാ അങ്ങനെ പറയുന്നുണ്ടോ ആരെങ്കിലും? അതെങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കും? പറ്റില്ല. ഇന്നല്ലാഹ ഹദ്ദദ ഹുദൂദൻ ഫലാ തഅതദൂഹ. ചില പരിധികൾ വെച്ചിട്ടുണ്ട്, ആ പരിധികൾ മറികടക്കാവതല്ല. ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്, ആ മര്യാദകൾ ഒരിക്കലും മറന്നുകൂടാത്തതാണ്. അങ്ങനെ മറന്നുകൂടാത്ത മര്യാദകളുടെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഓരോരുത്തരും അവനവന്റെ മതകീയ ജീവിതവും സാമൂഹ്യ ബന്ധങ്ങളും അയൽപക്ക ബന്ധങ്ങളും സാമ്പത്തിക രാഷ്ട്രീയ വ്യവഹാരങ്ങളും എല്ലാം തന്നെയും നടത്തിക്കൊണ്ടു പോകേണ്ടത്. അതിന്റെ പിൻബലം വിശുദ്ധ ഖുർആനിൽ നിന്ന് 5-ാമത്തെ അധ്യായം 2-ാമത്തെ സൂക്തം. ആരുമായും സഹകരിക്കാം. പ്രവാചകന്റെ ജീവിതത്തിൽ അത് കാണുന്നുണ്ട്. മക്കയിൽ നിന്ന് മദീനത്ത് ചെല്ലുമ്പോ ആദ്യം സുരക്ഷിതമായ, നേരത്തെ ആരാ പറഞ്ഞത്? ദാവൂദ് സാഹിബ് പറഞ്ഞല്ലോ, വളരെ സുരക്ഷിതമായ ഒരു സാഹചര്യം. ഇജ്അൽ ഹാദൽ ബലദ ആമിനൻ, ഈ രാജ്യത്തെ നീ നിർഭയ രാജ്യമാക്കി മാറ്റണമേ.
നിർഭയ രാജ്യമാക്കി മാറ്റുക എന്നത് ഏറെ സുപ്രധാനമായ ഒരു സംഗതിയാണ്. മനുഷ്യന് സ്വസ്ഥതയും സ്വൈരവുമില്ലാത്ത ഒരു കാലത്തോ ഒരു ലോകത്തോ ചുറ്റുപാടിലോ ചിന്തിക്കാൻ തന്നെ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് സ്വസ്ഥമായി ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാകണം. ആ സ്വസ്ഥമായ ജീവിതത്തിന് വേണ്ടി പ്രവാചകൻ ആദ്യമേ ചെയ്തത് ഒരു ഇസ്ലാമിക ഒരു സിറ്റി സ്റ്റേറ്റെന്നോ അല്ലെങ്കിൽ ഒരു വലിയ രാഷ്ട്രത്തിന്റെ ആധിപത്യമെന്നോ ഏത് അർത്ഥത്തിൽ അതിനെ വിശകലനം ചെയ്യുകയും പ്രവാചകൻ ആദ്യം ചെയ്തത് ബനു നളീർ, ബനു ഖൈനുക, ബനു ഖുറൈള പോലുള്ള ജൂതഗോത്രങ്ങളുമായി പോലും ഒരു രാഷ്ട്രീയ സഖ്യം, ഒരു പൊളിറ്റിക്കൽ ട്രീറ്റിയിൽ ഏർപ്പെടുക എന്നതാണ്. ആ കരാറിന്റെ റിസൾട്ടായിട്ട് നാട്ടിൽ സമാധാനം ഉണ്ടാകട്ടെ. പ്രവാചകൻ ചിലപ്പോഴൊക്കെ ഇസ്ലാമിന്റെ മഹത്വമോ ഈ മതത്തിന്റെ നന്മകളോ ലോകത്ത് എത്തിക്കുന്നതിന് വേണ്ടി ചെയ്ത ത്യാഗം ഹുദൈബിയ സന്ധിയോളം വലുതാണ്. കാരണം ഒരുപക്ഷെ ഇപ്പോഴും ചിന്തിക്കുമ്പോൾ ഏകപക്ഷീയമായി നഷ്ടം വരുത്തി വെക്കുന്ന കരാർ എന്ന് തോന്നുകിലും ആ കരാറിനൊടുവിൽ കിട്ടിയ റിസൾട്ട് ഒരുതരം ഇന്ററാക്ഷന് സംവാദം. ഞാനിങ്ങനെ ബലം പിടിച്ചു നിന്നു, നിങ്ങളും മസിൽ പിടിച്ചു നിന്നു, നമ്മൾ പരസ്പരം ഒന്നും മിണ്ടുന്നില്ല, അടുക്കാൻ പറ്റുന്നില്ല. നാട്ടിൽ വളരെ കറകളഞ്ഞ വർഗീയത, ശുദ്ധമായ ഷോവനിസം, സായുധ രാഷ്ട്രീയം, സാമ്പത്തികമായ അഴിമതി, പലിശയിൽ മുങ്ങിക്കുളിച്ച സാമ്പത്തിക ചുറ്റുപാടും പരിസരവും, ആകെ നാട്ടിൽ കുഴപ്പം, ഫസാദാണ്. എങ്കിൽ തീർച്ചയായും ആ ഫസാദിൽ നമുക്കൊന്നും വിളയിച്ചെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ആദ്യം തന്നെ സുരക്ഷിതത്വം ഉണ്ടാകണം, എല്ലാവർക്കും നിർഭയത്വം ലഭിക്കണം, എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടണം, എല്ലാ മനുഷ്യർക്കും നീതി ലഭിക്കണം, എല്ലാ വിധവകൾക്കും സംരക്ഷണം കിട്ടണം, എല്ലാ അനാഥകൾക്കും ആഹാരം ലഭിക്കണം, ഷെൽട്ടർ കിട്ടണം, എല്ലാ വന്ധ്യവയോധികർക്കും അടിച്ചിറക്കപ്പെട്ടവർക്കും അല്ല അടിച്ചിറക്കപ്പെടാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടണം. അങ്ങനെ സമൂഹത്തിന് എന്തൊക്കെ വേണ്ടതുണ്ടോ, ഒരു മനുഷ്യൻ സമൂഹത്തിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ ആ രംഗത്തൊക്കെ തീർച്ചയായും മതം കടന്നു വരികയും നിർദ്ദേശങ്ങൾ നൽകുകയും മതം നിയന്ത്രിക്കുകയും സ്വാധീനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം. യാതൊരു സംശയവുമില്ലാത്ത ഈ മഹത്തായ സങ്കല്പത്തിന് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗം ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഈ വിധത്തിലുള്ള ഒരു പുരോഗതിയിലേക്ക്, വികാസത്തിലേക്ക് ഈ മനുഷ്യ സമൂഹത്തെ എത്തിക്കുന്നതിന്റെ പ്രവർത്തനത്തിൽ നഫ്സിനൊരു പങ്കുണ്ട്. ഒരു വ്യക്തിക്കാണ് നഫ്സ്, ഒരു സൊസൈറ്റിക്ക് നഫ്സില്ല. റിലീജിയൻ ആൻഡ് സൊസൈറ്റി അല്ലെങ്കിൽ ജീവിതം, സാമൂഹ്യ ജീവിതത്തിൽ മതത്തിന്റെ റോൾ പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഈ ഉള്ളവന്റെ വിനീതമായൊരു വിചാരം പറയാം. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗം ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഓരോ നഫ്സിലുമാണ് പരിവർത്തനം ഉണ്ടാകുന്നത്. നഫ്സ് മാറുന്നുവെങ്കിൽ ഖദ് അഫ്ലഹ മൻ സക്കാഹ, അവിടെ വളർച്ചയും പരിശുദ്ധിയും നേടണം. വളർച്ചയും പരിശുദ്ധിയും നേടാത്ത വ്യാജ മതവിശ്വാസികൾ ലോകത്തിന് ശാപമാണെന്ന് പറയാൻ അരനിമിഷം പാഴാക്കേണ്ട കാര്യമില്ല. നഫ്സിന് പരിവർത്തനം ഉണ്ടാകണം. ആ പരിവർത്തനം ഏത് ലോകം മുഴുവൻ സമ്പദ് സംവിധാനം വളരെ ആരോഗ്യകരമായി നീതിപൂർണമായി എന്ന് നമ്മൾക്ക് തോന്നുന്നു. ഈ രാജ്യത്തെ കോടതികളൊക്കെ നന്നായി. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസി സമൂഹത്തിന്റെ മുമ്പിൽ വരുന്ന ഒരു ചോദ്യം, അത് തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു മാറ്റമാണോ, വളർച്ചയാണോ, വികാസമാണോ എന്നാണ്. പൊതുസമൂഹത്തിനത് പറയാം, ആഗ്രഹിക്കുകയുമാവാം. പക്ഷേ വിശ്വാസി സമൂഹത്തിന് കണിശമായും ഒരു നിബന്ധന പാലിക്കേണ്ടതുണ്ട്. അവന്റെ നഫ്സിന് മൗലികമായി പരിവർത്തനം ഉണ്ടായേ പറ്റൂ. അവന്റെ സ്വന്തത്തിൽ ഈ വളർച്ചയും വികാസവും ലഭിച്ചേ പറ്റൂ. അത് സംശുദ്ധമായ കറകളഞ്ഞ ഏകദൈവ വിശ്വാസത്തിൽ അടിയുറപ്പിക്കപ്പെട്ടതാണ്. അത് പ്രവാചക മാതൃകയിൽ ബന്ധിപ്പിക്കപ്പെട്ടതാണ്. അത് പരലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം നടത്തേണ്ട പ്രവർത്തനവുമാണ്. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസത്തിലേക്ക്, ഈ മൗലികമായ കാഴ്ചപ്പാടിലേക്ക് വരുത്തുകയും അതിലേക്ക് വെളിച്ചം വീശുകയും ചെയ്യുന്ന ഏത് സാമൂഹ്യമായ പരിവർത്തനത്തെയും നമുക്ക് മതത്തിന്റെ പേരിൽ തന്നെ അംഗീകരിക്കേണ്ട ബാധ്യതയുണ്ട്. ജീവിതത്തിന്റെ എല്ലാ അറ്റങ്ങളിലും, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിക്കപ്പെടേണ്ട ഒരു മതവിശ്വാസിയുടെ, സാക്ഷാൽ മതവിശ്വാസിയുടെ മതത്തെ സംബന്ധിച്ചാണ് ചർച്ച. ആരുമായും സഹകരിക്കാം. ജൂതനുമായി, മുശ്രിക്കായ അബ്ദുല്ലാഹിബ്നു അരീഖത്തിന് സഹയാത്രികനായി മാത്രമല്ല, തീരെ വഴിയറിയാത്ത കുണ്ടും കുഴിയും നിറഞ്ഞ ഒരു സന്ദർഭത്തിൽ തന്റെ ഒരു പലായനമാണ്. ആ പലായനത്തിൽ കൂട്ടുകാരനായിട്ടല്ല, ഒരു ഗൈഡായിട്ട് അമുസ്ലിമിനെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട്, ഒരു മുശ്രിക്കായ മനുഷ്യനെ, ബഹുദൈവാരാധകനെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് നമുക്ക് മുന്നേറാം. വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പാപത്തിന്റെയും ശത്രുതയുടെയും കാര്യത്തിലുള്ള
പരസഹായമല്ല നിങ്ങൾ തമ്മിൽ വേണ്ടത്. നല്ലതെന്ന് പറയാവുന്നതും പുണ്യമെന്ന് കരുതാവുന്നതുമായ എന്തൊക്കെ സംഗതികളും മേഖലകളുമുണ്ടോ അവിടെയൊക്കെ പരസ്പരം സഹകരിച്ച് നീങ്ങാൻ നിങ്ങൾക്ക് സാധിക്കണം. മതവിശ്വാസം ഇല്ലാത്തവരും ദൈവം ഇല്ലെന്ന് പറയുന്നവരുമായി പോലും അങ്ങനെയുള്ള ഒരു സഹകരണത്തിന് തീർച്ചയായും നമുക്ക് സാധിക്കുമെങ്കിൽ അത് അർത്ഥവത്താണ്. ഗാന്ധിജി പറഞ്ഞ അർത്ഥത്തിൽ അല്ലായിരിക്കാമെങ്കിലും മതമില്ലാതെ ഒരു നിമിഷവും നമുക്ക് ജീവിക്കുക സാധ്യമല്ല എന്ന് വിനീതമായി അഭിപ്രായപ്പെട്ടുകൊണ്ട് ഈ ചർച്ചയ്ക്ക് ലഭിച്ച വിലപ്പെട്ട സന്ദർഭത്തിൽ അതിയായ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ സംഘാടകരോട് ആത്മാർത്ഥമായി എനിക്കും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിനുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ ചുരുക്കിക്കോട്ടെ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബി അജ്മഈൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിലിരിക്കുന്നതും സദസ്സിലിരിക്കുന്നതുമായ ബഹുമാന്യരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഈ വേദിയിൽ ഒരു വ്യത്യസ്തനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പോലെയുള്ള പണ്ഡിതന്മാരുടെ മുമ്പിൽ ഒപ്പം ഇരുന്നിട്ട് നിങ്ങളെപ്പോലെയുള്ള ഒരു സദസ്സിനോട് സംസാരിക്കാൻ എത്രമാത്രം പ്രാപ്തനാണ് എന്നുള്ള ഒരു സംശയം ഉള്ള ഒരാളാണ്. അതിന് ഞാൻ കുറച്ച് ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ എഴുതിയ ലേഖനങ്ങളെയൊക്കെ വളരെ ശ്രദ്ധയോടെ വായിക്കുകയും അതിനെയൊക്കെ നന്നായി വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് ഈ ദാവൂദ്, അതുപോലെയുള്ള ഫസൽ, അങ്ങനെയുള്ളവരൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ വിളിച്ചതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഞാൻ വ്യത്യസ്തനാണെന്ന് പറയാൻ കാരണം എന്റെ ആശയങ്ങൾ പലപ്പോഴും ഈ ദാവൂദിനെ പോലെയുള്ളവരും ഫസലിനെ പോലെയുള്ളവരൊക്കെ നിരന്തരമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആശയങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആശയങ്ങൾക്ക് വിരുദ്ധമായ ഒരാശയത്തെ സമൂഹത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതല്ലെങ്കിൽ അത്തരത്തിലൊരു വ്യക്തിത്വം ആയിട്ട് ദാവൂദിനെ പോലെയുള്ളവർ കാണുന്ന ഒരാളാണ് ഞാൻ. അതിന് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. കാരണം ഞാൻ ഇന്ന് രാവിലെ ക്രൈസ്റ്റ് കോളേജിൽ പരിണാമ സിദ്ധാന്തത്തെ പറ്റിയിട്ട് സുവോളജി ഡിപ്പാർട്ട്മെന്റിൽ അവിടുത്തെ വിദ്യാർത്ഥികളുടെ അടുത്ത് സംസാരിച്ചിട്ട് വരുന്നതാണ്. പരിണാമ സിദ്ധാന്തത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചും അതിന്റെ ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചിട്ട് വരുന്നതാണ്. അതിനുശേഷം മതം പൊതുജീവിതത്തിൽ എന്നുള്ള വിഷയത്തിലേക്കാണ് സംസാരിക്കാനിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു കോൺട്രഡിക്ഷൻ ആണ് ഞാൻ പറഞ്ഞത്. എനിവേ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പോയിന്റുകൾ പറഞ്ഞിട്ട് ഞാൻ ഒഴിവായിക്കോളാം. അതില് ഞാൻ പറയുന്ന പോയിന്റുകൾ വളരെ ശ്രദ്ധയോടുകൂടി ഇതുപോലെയുള്ള മതപണ്ഡിതന്മാരായവർക്ക് ഉപയോഗിക്കാൻ കഴിയും, അവരത് ഉപയോഗിക്കേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആദ്യം പറയുന്നത് ദാവൂദ് ഇവിടെ സൂചിപ്പിച്ച ഒരു പോയിന്റിനെ ആണ് ആദ്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് സെക്യുലറിസം എന്ന് പറയുന്ന ഒരു സംഗതി കുറെ കാലമായി നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നു, ലോകത്ത് മുഴുവനായി നിലനിന്നിരുന്നു. എന്നാൽ ഇപ്പോഴത് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ ഒരു കാലഘട്ടമാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അത് വളരെ ശരിയായിരിക്കാം. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മതത്തിന്റെ സ്വാധീനം ജനങ്ങളുടെ ഇടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കണക്കുകളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ആളുകൾ കൂടുതൽ മതവിശ്വാസികളായിക്കൊണ്ടിരിക്കുകയാണ്. മതവിശ്വാസികളാവുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമാണത്. അപ്പൊ അതുപോലെ തന്നെ ശാസ്ത്രം പറയുന്നത് മുഴുവൻ ശരിയാണ് എന്ന ഒരു വിശ്വാസം ത്തിന് കോട്ടം തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രം അത് ഉണ്ടാക്കുന്നവരുടെ അല്ലെങ്കിൽ ആ പഠന ഫലങ്ങളെ പുറത്തു വരുത്തുന്നവരുടെ വിശ്വാസങ്ങളും ഒക്കെ അതിനെ സ്വാധീനിക്കാം എന്നുള്ള ഒരു ആശയവും ലോകത്ത് പ്രാബല്യം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പക്ഷെ ഞാൻ എന്റെ വളരെ ചെറിയ ഒന്ന് രണ്ട് നിരീക്ഷണങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. എന്റെ വീട് പെരുമ്പാവൂരാണ്, പെരുമ്പാവൂർ അടുത്ത്. അപ്പോൾ എന്റെ വീടിന്റെ അടുത്തൊരു കാവുണ്ട്. കാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജനിക്കുമ്പോൾ മുതലേ ആ കാവില് വർഷം തോറും ഈ ഉത്സവമുണ്ട്. വർഷത്തിൽ ഒരു തവണ ഒരു 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമുണ്ട്. അപ്പൊ ആ ഉത്സവത്തില് കളയെഴുത്തും പാട്ടും ഒക്കെ ഉണ്ട്. അപ്പോ നമ്മളൊക്കെ കുട്ടിയായിരിക്കും മുതലേ എന്നും ഈ ആ ഉത്സവം നമ്മൾ വല്ലാതെ
ആഘോഷിക്കും. നമ്മൾ ആ കള എഴുതുന്നിടത്ത് പോയി കള എഴുതുന്നത് മുഴുവൻ കണ്ടു നിൽക്കും. കള എഴുത്ത് തുടങ്ങുന്നത് വൈകുന്നേരം ഒരു 6 മണിയായി തുടങ്ങി കഴിഞ്ഞാൽ രാത്രി 12 മണി വരെ നീണ്ടു നിൽക്കുന്ന എഴുത്താണ്. ചിത്രകലയുടെ മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആണത്. നമ്മൾ ആ 3 ദിവസവും ഈ കള എഴുതുന്നത് മുഴുവൻ കണ്ടു നിൽക്കുകയും അതിനുശേഷം രാത്രി 12 മണിക്കൊക്കെ ശേഷം പാട്ടുണ്ടാവുകയും അങ്ങനെ അത് ആചാരമാണ്. ആ ആചാരത്തെ നമ്മൾ ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് പോലും ഞാൻ ക്രിസ്ത്യാനി മാത്രമല്ല, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാം ഞങ്ങളുടെ ആ സൊസൈറ്റിയിലുള്ള മുഴുവൻ ആൾക്കാരും ഇത് വന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ അടുത്തിടെയാണ് ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നത്. ഈ മാറ്റം എന്ന് പറയുന്നത് ആ കാവ് നിർമ്മിക്കപ്പെട്ടു. അപ്പോ അത് ഇപ്പോ വളരെ അമ്പലം ആക്കിയത്. അമ്പലമാക്കി കഴിഞ്ഞപ്പോ കാവിന്റെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ഒരു പരിസ്ഥിതിപരമായ ഉപയോഗങ്ങൾ, അതായത് സർപ്പക്കാവ് ഉണ്ടായിരുന്നു. സർപ്പക്കാവ് പരിസ്ഥിതിക്ക് ചെയ്യുന്ന നന്മകളെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെയുള്ളതൊക്കെ നശിപ്പിക്കപ്പെട്ടു. വളരെ കൃത്യമായിട്ടുള്ള ആരാധനാക്രമങ്ങളോടുകൂടി നമ്മളിപ്പോ കാണുന്ന മറ്റ് അമ്പലങ്ങളിലൊക്കെ കാണുന്ന പോലെയുള്ള ആരാധന. അപ്പോൾ സ്വാഭാവികമായും മറ്റ് മതവിശ്വാസികൾ, അതായത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അതിൻ്റെ അന്ന് വളരെ ഇതായിട്ട് എക്സ്പെൽ ചെയ്യപ്പെട്ടു. ഇപ്പോ നമ്മളെ പോലെയുള്ളവർ അങ്ങോട്ട് കയറാറ് പോലുമില്ല. അതേ സമയം അതുപോലെ തന്നെ ഞങ്ങളുടെ പള്ളിയിലൊക്കെ പ്രദക്ഷിണത്തിന് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ മെഴുകുതിരി പിടിച്ച് പ്രദക്ഷിണത്തിന് പോകുന്നത് എന്റെ ചെറുപ്പകാലത്ത് ഞാൻ വളരെയധികം കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം പള്ളിയിൽ നേർച്ചയിടുന്ന ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ആ അവസ്ഥ കംപ്ലീറ്റ് ആയിട്ട് നിന്നിട്ടുണ്ട്. അതായത് കാവുകളിലേക്ക് മറ്റു ജാതിക്കാർ പോകാറില്ല, പള്ളികളുടെ വിശ്വാസത്തിലേക്ക് ആരും പോകാറില്ല. അതുപോലെ തന്നെ അമ്പലങ്ങളുടെ ഈ ക്രിസ്ത്യൻ പള്ളികളിലും മുസ്ലിം പള്ളികളിലും ഇതേ അവസ്ഥയുണ്ട്. അതായത് ഇദ്ദേഹം പറഞ്ഞ നമ്മൾ മതത്തിന്റെ വിശ്വാസം ഏറുന്നതിനോടൊപ്പം തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, മതവിശ്വാസികൾ തമ്മിലുള്ള ഡയലോഗ്, അവർ തമ്മിലുള്ള സംസാരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുപോലത്തുള്ള വിഷയത്തെയാണ് KN പണിക്കരെ പോലെയുള്ളവർ അഡ്രസ് ചെയ്യുന്നത്. മതം സാമൂഹിക ജീവിതത്തിലുള്ള ഇടപെടൽ ശക്തമാകുന്നതോടുകൂടി അതിന് ഒപ്പം തന്നെ നമ്മൾ കാണേണ്ട ഒരു വസ്തുത, മതവിശ്വാസികൾ വിവിധ മതവിശ്വാസികൾ അന്യോന്യമുണ്ടാകേണ്ട സംവാദങ്ങൾ നടക്കുന്നില്ല. സംവാദങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള വലിയ സമ്മേളനങ്ങളിൽ 3 മത പുരോഹിതന്മാരെയോ മതവിശ്വാസികളെയോ ഒരുമിച്ച് കൊണ്ടുവന്ന് നടത്തുന്ന പ്രസംഗങ്ങളല്ല വേണ്ടത്. മറിച്ച് വ്യക്തികൾ തമ്മിൽ കൊടുക്കൽ വാങ്ങലുകളാണ്. വിശ്വാസക്രമത്തിലും ആരാധനാക്രമത്തിലും ഒക്കെ സംബന്ധിക്കുന്ന ചർച്ചകൾ വളരെ സൂക്ഷ്മമായ തലത്തിൽ സമൂഹത്തിൽ നടക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഒരു സമൂഹത്തിന്റെ നല്ല നിലനിൽപ്പ് സാധ്യമാകൂ ഉള്ളൊരു വിശ്വാസം കൊണ്ടാണ് ഈ KN പണിക്കരെ പോലെയുള്ളവരൊക്കെ അത്തരത്തിലൊരു ആശയം മുന്നോട്ട് വെക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ ഒരു പോയിന്റ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ദാവൂദിന്റെ തന്നെ മറ്റൊരു പോയിന്റ്, ശാസ്ത്രത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് ശാസ്ത്രം ഉണ്ടാക്കുന്ന ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകൾ പുറത്തു വരുത്തുന്ന ശാസ്ത്രജ്ഞർക്ക് അവരുടേതായ ഒരുപാട് സ്വാധീനങ്ങൾ ഈ റിസൾട്ടുകളിൽ ഉണ്ടാവും. പക്ഷെ എന്ന് വിചാരിച്ച് ശാസ്ത്രം മുഴുവൻ തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതാണ് ചോദ്യം. അതായത് പരിണാമ സിദ്ധാന്തം തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷെ പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം മനുഷ്യരാശിക്ക് നൽകിയ ഒരുപാട് ഗുണങ്ങളുണ്ട്. ആധുനിക ബയോളജി എന്ന് പറയുന്നത് പരിണാമ സിദ്ധാന്തത്തിന്റെ ആശയങ്ങളിൽ അടിയുറച്ചതാണ്. ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിലേക്ക് മരുന്നുകളെ എത്തിക്കുന്നതും അത് ബയോടെക്നോളജിയുടെ വികാസത്തിലേക്കും ഒക്കെ, ഭക്ഷണത്തിന്റെ വികാസം, നമ്മൾ ഈ പരിണാമ സിദ്ധാന്തം മാത്രമല്ല ബാക്കി ശാസ്ത്രത്തിന്റെ ഒരുപാട് വികാസങ്ങളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. മെഡിക്കൽ ഫീൽഡിലുള്ള ഡെവലപ്മെന്റ്, ഈ ഡെവലപ്മെന്റുകളെല്ലാം നമ്മൾ അനുഭവിച്ചിട്ട് ഇത് ഉൽപ്പാദിപ്പിക്കുന്ന റിസൾട്ടുകൾ മുഴുവൻ തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിന്റെ അകത്ത് തെറ്റുകൾ ഉണ്ടാവാം, പക്ഷെ ശാസ്ത്രത്തിന് തന്നെ ആന്തരികമായി നിലനിൽക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതായത്
ഏത് ശാസ്ത്ര സിദ്ധാന്തത്തെയും തെറ്റാണെന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാനാകും. പക്ഷെ അതിനെ സ്വീകരിക്കേണ്ട വഴി ശാസ്ത്രത്തിന്റെ തന്നെ വഴിയാണ്. ആ വഴിയെ നിങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. ആ വഴിയിലൂടെ നിങ്ങൾക്ക് അതിനെ തെറ്റാണെന്ന് തെളിയിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് അതുപോലെയുള്ള വഴികളെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ബാഹ്യമായ വിമർശനങ്ങൾക്കപ്പുറം നിന്നിട്ട് അതുപോലെയുള്ള വഴികളെ സ്വീകരിച്ച് നിരന്തരമായ വിമർശനത്തിലൂടെ ശാസ്ത്രം സത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള എത്തൽ കൂടുതൽ ശക്തമായ സത്യത്തിലേക്കുള്ള ഒരു വഴിയാണ് നമുക്ക് മുമ്പിൽ തുറന്നുകൊണ്ടിരിക്കുന്നത്. ആ വഴിയെ നമ്മൾ നിഷേധിക്കില്ലല്ല, മറിച്ച് കാരണം ആ വഴി നമുക്ക് തുറന്നു തന്ന ഒരുപാട് സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മൈക്ക് മുതൽ, ഈ വെളിച്ചം മുതൽ, നിങ്ങളിരിക്കുന്ന പ്ലാസ്റ്റിക് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഈ കസേര മുതൽ, ഈ കാണുന്നതെല്ലാം അത്തരത്തിലുള്ള ആശയവികാസത്തിന്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ളതാണ്. ആ ആശയവികാസങ്ങളെ മുഴുവൻ തെറ്റാണെന്ന് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുമോ? അതിൻ്റെ അകത്ത് തെറ്റുകളുണ്ടാവാം. ആ തെറ്റുകളെ പരിഹരിക്കേണ്ട മെത്തേഡ് അതിൻ്റെ അകത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട്. അത്തരം മെത്തേഡുകളെ ഉപയോഗിക്കേണ്ടതുണ്ട്. അത് ആ ഒരു ആശയം. പിന്നെ ഞാൻ വേറൊരു കാര്യം ഇവിടെ കേട്ടതിൽ തന്നെ അവസാനത്തെ ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കാം. അതിൽ യൂസഫ് ഉമരി അദ്ദേഹം മുതൽ റാഫേൽ തട്ടിൽ ഫാദർ, അതുപോലെ തന്നെ അബ്ദുൽ ഹസീബ് മദനി, അദ്ദേഹവും അവരെല്ലാവരും പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അത് മതത്തിന്റെ വിശ്വാസികൾ തന്നെ മതവിശ്വാസത്തെ, മതം പറയുന്ന രീതികളെ ചിലപ്പോൾ അതേപടി അനുസരിക്കാതിരിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതായത് മദ്യത്തെ എല്ലാ മതവിശ്വാസ സംഹിതകളും എതിർക്കുന്നതാണ്. പക്ഷേ മതവിശ്വാസികളായ പലരും മദ്യം ഉപയോഗിക്കുന്നു. അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് അവരൊന്നും മതവിശ്വാസികളല്ല എന്ന് പറയാം, പക്ഷേ ഒരടിസ്ഥാനപരമായ ഒരു കോൺട്രഡിക്ഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ കോൺട്രഡിക്ഷനാണ് ഇവിടെ എല്ലാവരും അഡ്രസ്സ് ചെയ്തത്. അതിനെ ഞാനൊരു വളരെ അതിനെ ഈ മതപണ്ഡിതന്മാരായവർക്ക് കുറച്ചുകൂടി കാഴ്ചപ്പാട് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരാശയം ശാസ്ത്രത്തിന്റെ വഴിയിലൂടെ ഉത്ഭവിച്ചിട്ടുള്ള ചില പഠന ഫലങ്ങൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മതപണ്ഡിതന്മാരായിട്ടുള്ളവർ അത്തരത്തിലുള്ള പഠനഫലങ്ങളെ തങ്ങളുടെ ചിന്തയിലേക്ക് ഉൾച്ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ വ്യക്തമായ ചിത്രം അവർക്ക് രൂപപ്പെടുത്താൻ കഴിയും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മളുടെ മൂല്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ ധാർമ്മികത, മൂല്യങ്ങൾ, അതാണല്ലോ മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായിട്ട് നമ്മൾ കാണുന്നത്. മതം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും മതം ഓരോരുത്തരെയും ശുദ്ധീകരിക്കാനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുമായ സംഗതി. ഈ ധാർമ്മികതയും മൂല്യങ്ങളും എങ്ങനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ രൂപപ്പെടുന്നത് എന്ന ഒരാശയം നമുക്കൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അതിൽ ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ കണ്ടു കാണും, ലോക്കൽ ന്യൂസിലാണത്. ഈ കറുകുറ്റി ഭാഗത്ത് ഒരു നായ രണ്ട് നായകൾ കളിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു നായയെ വണ്ടി ഇടിച്ചു. അപ്പോൾ മറ്റേ നായ ഈ നായയെ വലിച്ച് കൊണ്ടുവന്നിട്ട് ശുശ്രൂഷിച്ച് ഈ റോഡിന്റെ അരികത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് അതിനെ ശുശ്രൂഷിക്കാൻ ശ്രമിക്കുകയും അതിനെ തന്നെ നോക്കിയിരിക്കുകയും അതിന്റെ അടുത്ത് കാവലായിട്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ചിത്രം മാതൃഭൂമിയിൽ ലോക്കൽ പേജിൽ വന്നിരുന്നു. ഞാൻ എൻ്റെ വീടിന്റെ അടുത്തൊക്കെ വന്നിരുന്നു. അപ്പോൾ അത് നമുക്ക് കാണിച്ചു തരുന്ന ഒരു കാര്യമുണ്ട്. ഈ നമ്മൾ കാണിക്കുന്ന കാരുണ്യം, മമത, സ്നേഹം തുടങ്ങിയ വികാരങ്ങൾ മനുഷ്യർക്ക് മാത്രമല്ല ഉള്ളത്, മറ്റുള്ള ജീവികൾക്കുണ്ട് എന്നുള്ള ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഏത് ജീവി കൂട്ടങ്ങളെ നിരീക്ഷിച്ചാലും നമുക്ക് മനസ്സിലാവാവുന്നതാണ്. കാക്കകളെ നിരീക്ഷിച്ചാൽ, മാനുകളുടെ കൂട്ടങ്ങളെ, മറ്റുള്ള ഏത് മൃഗങ്ങളുടെ കൂട്ടങ്ങളെ നിരീക്ഷിച്ചാലും തമ്മിലുള്ള സൗഹാർദ്ദവും സ്നേഹവും ആ ജീവികളിൽ നിലനിൽക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റ് മൃഗങ്ങളിൽ നിലനിൽക്കുന്നത് പോലെ തന്നെയാണ് മനുഷ്യരിലും മൂല്യങ്ങളുടെ ഉത്ഭവം യഥാർത്ഥത്തിൽ വളരെ ഡീപ്പ് റൂട്ടഡ് ആണ് എന്നുള്ള ആശയത്തിൽ എത്തുന്നത്. അതിന് എന്തുകൊണ്ടാണ് നമ്മൾ
നിസ്വാർത്ഥരായിരിക്കുന്നത്. നിസ്വാർത്ഥതയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പരിണാമ സിദ്ധാന്തത്തെ എതിർക്കുന്നത് അതാണ്. പരിണാമ സിദ്ധാന്തം പറയുന്നത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ളതാണ്. അതായത് കഴിവുള്ളവൻ അതിജീവിക്കും, അല്ലാത്തവൻ മരിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിജീവിക്കാൻ വേണ്ടി എന്ത് വേണ്ടതിനും ചെയ്യും എന്ന് ഒരു ആശയം അതിന്റെ പുറത്തുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ കൂട്ടങ്ങളായിട്ട് നിലനിൽക്കുന്നതിന്റെ ഒരുപാട് സാഹചര്യമുണ്ട്. മനുഷ്യർക്ക് മാത്രമല്ല, ജീവികളൊക്കെ തന്നെ സമൂഹങ്ങളിലാണ് ജീവിക്കുക. നമ്മൾ സമൂഹത്തിലാണ് ജീവിക്കുക. നമ്മുടേതെന്ന് പറയുന്നത് മറ്റ് ജീവികളിലുള്ളതിനേക്കാളൊക്കെ വലിയൊരു സമൂഹമാണ്. എന്നാൽ ഇതിലൊക്കെ കുറഞ്ഞ കൂട്ടങ്ങളിലാണ്, ചെന്നായകൾ കൂട്ടത്തിലാണ് ജീവിക്കുക, അതുപോലെ തന്നെ കാക്കകൾ, ഇതെല്ലാം കൂട്ടത്തിൽ ജീവിക്കുന്ന മൃഗങ്ങളാണ്. ഈ കൂട്ടത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ആ കൂട്ടത്തിന്റെ നിലനിൽപ്പ് കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോ മനുഷ്യ മൂല്യങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായ എന്ന് വേണമെങ്കിൽ പറയാം ഒരു 4 പോയിന്റ്സ് ഞാൻ അവതരിപ്പിക്കാം. അത് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ആ പോയിന്റ്സിനെ ഞാനിവിടെ അവതരിപ്പിക്കുന്നത് മറ്റുള്ളവർക്കും ഒക്കെ അതിനെ ഉപയോഗിച്ചിട്ട് തങ്ങളുടെ ആശയത്തെ കുറച്ചുകൂടി പരിപോഷിപ്പിക്കാം എന്നാണ് എൻ്റെ ഒരു വിചാരം. നമുക്ക് നമ്മുടെ അടിസ്ഥാനപരമായി നമ്മുടെ ജനിതക വസ്തു, അതായത് ജീൻ എന്ന് പറയുന്നത് നിലനിൽക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ പ്രത്യുൽപാദനം നടത്തുന്നത്. ജീവൻ നിലനിൽക്കണം ഭൂമിയിൽ എന്നുള്ള ആശയം ഉള്ളതുകൊണ്ടാണ് പ്രത്യുൽപാദനം നടത്തുക. ഓരോ മനുഷ്യന്റെ മാത്രമല്ല ഓരോ ജീവിയുടെയും പ്രത്യുൽപാദനത്തിന്റെ പിന്നിലെ രഹസ്യം ജീവൻ എന്ന് പറയുന്ന സംഭവം നിലനിൽക്കുക എന്നുള്ളതാണ്. ഈ ജീവന്റെ നിലനിൽപ്പിനായിട്ട് കൂട്ടത്തിൽ ഈ ജീവന്റെ ഇൻഫർമേഷൻ, അതായത് വിവരം സംബന്ധിക്കുന്ന ഇത് കൂട്ടത്തിന് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ, എൻ്റെ അച്ഛൻ, അമ്മ, ബന്ധുക്കൾ, അങ്ങനെ എല്ലാം കൂടെ കൂടിയൊരു ഉള്ളതാണ് കൂട്ടം. അപ്പോൾ എൻ്റെ ജനിതക വസ്തു എന്ന് പറയുന്നത് ഈ കൂട്ടത്തിന്റെ കൂടെ ജനിതക വസ്തുവാണ്. ഈ കൂട്ടത്തിന്റെ കൂടി ജനിതക വസ്തു നിലനിൽക്കണം എന്നുള്ള ഒരു ആവശ്യം ഓരോ വ്യക്തിയുടെ ജീവിതത്തിലുണ്ട്. അത് മനുഷ്യന്റെ മാത്രമല്ല മറ്റുള്ള ജീവികളുടെ. അതുകൊണ്ട് അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ പറയുന്നത് ഈ മതം എന്ന് പറയുന്ന സാധനമൊക്കെ വളരെ കുറച്ച് മാത്രമുള്ള ചില വർഗങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നത്. അവര് ഇപ്പോ നമ്മൾ ഈ പറഞ്ഞ സെന്റ് ലോറൻസ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട് അമേരിക്ക. എസ്കിമോകളാണ് അവര്. അതായത് ഈ മഞ്ഞ് ഭാഗത്ത് ജീവിക്കുന്ന ആൾക്കാർ. അവരുടെ ഇടയിൽ ഒരു ആചാരമുണ്ട്. അതായത് പട്ടിണി കടുത്തു കഴിയുമോ, ഒരുപാട് പട്ടിണിയായി കഴിയുമ്പോൾ ഇവരിൽ പ്രായം കൂടിയ ആൾക്കാർ ആത്മഹത്യ ചെയ്ത് കളയും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പക്കാര് അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അത് സമൂഹത്തിൽ ഇങ്ങനെ ഒരു നിയമം പോലെ ആയിട്ട് അവർ തന്നെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ആത്മഹത്യ ചെയ്യുന്ന വൃദ്ധന്മാരുണ്ട്. വൃദ്ധന്മാരെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായമായ ആൾക്കാർ മുഴുവൻ ആത്മഹത്യ ചെയ്യുകയും ചെറുപ്പക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള അത് വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ മരിക്കാൻ തയ്യാറാവുകയാണ് നമ്മുടെ ജനിതക വസ്തു നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അതൊരാശയം. രണ്ടാമത്തെ ഒരാശയം റെസിപ്രോക്കൽ ആൾട്രൂയിസം എന്ന് പറയും. അതായത് നമ്മൾ ഒരാൾക്കൊരു സഹായം ചെയ്യുന്നത് നമുക്ക് തിരിച്ചൊരു സഹായം കിട്ടും എന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ്. അയാളിൽ നിന്ന് തന്നെയല്ല മറ്റുള്ളവരിൽ നിന്നൊക്കെ നമുക്ക് സഹായം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അത് വളരെ നമ്മള് ഈ ജീവികള് ഏറ്റവും ചെറുതായിരുന്ന അവസ്ഥയിൽ, അതായത് ഏകകോശ ജീവികളായിരുന്ന അവസ്ഥയിൽ തന്നെ ഈ സ്വഭാവം നിലനിന്നിരുന്നു. ബഹുകോശ ജീവിതത്തിലേക്ക് ജീവികൾ മാറുന്നത് തന്നെ ഈ ഒരു സിംബയോസിസ് എന്ന് പറയും, സഹകരണം. അതായത് ഒരു ഏകകോശ ജീവിക്ക് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവ് കൂടുതലുണ്ട്. ഒരു ഏകകോശ ജീവിക്ക് ഭക്ഷണം പാകം ചെയ്യാനുള്ള കഴിവ് കൂടുതലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നിട്ട് ഈ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്ന ജീവി അതിന്റെ സൂര്യപ്രകാശം കൂടുതൽ ആഗിരണം ചെയ്തിട്ട് ഈ മറ്റുള്ള കോശത്തിലേക്ക് കൊടുക്കും. അതായത് ഭക്ഷണം പാകം ചെയ്യാൻ കഴിവുള്ളതിനെ. അത് തമ്മിലുള്ള ഒരു സഹകരണം. അപ്പൊ ഭക്ഷണം അങ്ങോട്ട് കൊടുക്കും. ഈ ഒരു സഹകരണത്തിലൂടെ ഒരുമിച്ച് നിന്ന ഏകകോശ ജീവികൾ ബഹുകോശ ജീവികളായി ആ സഹകരണം നീണ്ടു നിൽക്കുകയും അങ്ങനെയാണ് ബഹുകോശ ജീവിതം ആരംഭിക്കുന്നത് എന്നുമാണ് ഓർഗാനിക് എവല്യൂഷൻ പറയുന്നത്. അപ്പോൾ വളരെ അടിസ്ഥാനപരമായി തന്നെ ഏകകോശ ജീവിതത്തിൽ മുതൽ തന്നെ ഇത്തരത്തിലുള്ള സഹകരണം ഈ നമ്മളിപ്പോ പറയുന്ന മൂല്യം
പൂർവമായ സഹകരണം നിലനിന്നിരുന്നു എന്നുള്ള ഒരു ആശയമാണ്. മറ്റൊന്ന്, നമുക്ക് നമ്മളുടെ നമ്മളുടെ ഈ കൂട്ടത്തിലുള്ള ജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ടത് നമ്മൾക്ക് നമ്മളുടെ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഞാൻ മറ്റുള്ളവരോട് ലോയലായിരിക്കും, ഞാൻ നിങ്ങളെ ഒരിക്കലും അപകടപ്പെടുത്തില്ല. കൂട്ടത്തിൽ നിലനിൽക്കുന്നവരുടെ കൂട്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ വിശ്വാസ്യത കാണിക്കേണ്ട ആളാണ് എന്നുള്ള ഒരു സ്വഭാവം. അതുപോലെ തന്നെ നമ്മളുടെ മേൽക്കോയ്മയെ സംബന്ധിക്കുന്ന ഒരു അഡ്വർടൈസ്മെന്റ്, പരസ്യം. ഞാൻ ഒരാൾക്ക് ഒരു നന്മ, അത് ചിലപ്പോൾ അംഗീകരിക്കാൻ ഭയങ്കര പാടുണ്ടാവും. പക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ച് വളരെ സൂക്ഷ്മമായി ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചില സത്യങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഒരാൾക്ക് ഒരു സഹായം ചെയ്യാണ്, അപ്പോൾ ഞാൻ സ്വാഭാവികമായി സന്തോഷിക്കുന്നത് എൻ്റെ മേൽക്കോയ്മയുടെ അംഗീകാരം കൂടിയാണത്. ഞാൻ അയാളേക്കാൾ മുകളിലാണ് എന്നുള്ള ഒരു അംഗീകാരം എനിക്ക് സ്വാഭാവികമായി ലഭിക്കുന്നുണ്ട്. ആ മനഃശാസ്ത്രം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. കർണൻ എന്ന് പറയുന്ന ആള് തന്റെ മരണം ഉറപ്പാണ് എന്ന് കണ്ടിട്ട് പോലും, അർജുനന്റെ അച്ഛൻ ആണ് വരുന്നത് എന്ന് അറിഞ്ഞിട്ട് പോലും തന്റെ കവചകുണ്ടലങ്ങൾ ഊരിക്കൊടുത്തു. അത് തന്റെ മരണം ഉറപ്പാക്കുമെന്ന് അയാൾക്കറിയാം. പക്ഷെ ആത്യന്തികമായി കർണൻ തന്നെയാണ് ജയിച്ചത്. കാരണം അർജുനനേക്കാൾ വലിയ ആളാണ് ഞാനെന്ന് ലോകത്തോട് സ്ഥാപിക്കാൻ കർണന് കഴിഞ്ഞു. അത്തരത്തിലുള്ള ഒരവസ്ഥ. ഈ 4 പോയിന്റ്സിനെ വെച്ചിട്ട് ആധുനിക ശാസ്ത്രം ഈ മൊറാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിനെ വിശദീകരിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇതിലും കുറെ കൺസെപ്റ്റുകളുണ്ട്. പക്ഷെ ഇത് പൂർണ്ണമല്ല. ഇത്തരത്തിലുള്ളൊരു ചിത്രം പൂർണ്ണമൊന്നുമല്ല. പക്ഷെ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വികസിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഈ മതം, മൂല്യം, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുമ്പോൾ ശാസ്ത്രം ഉൽപ്പാദിപ്പിക്കുന്ന വിവരങ്ങളെ, അത് മുഴുവൻ തെറ്റാണ്, അതൊക്കെ ശാസ്ത്രജ്ഞന്മാര് അവരുടെ ഇതുകൊണ്ട് ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞ് അതിനെ ഉപേക്ഷിക്കാതെ അതിന് കൊടുക്കുക. അത് നിങ്ങളൊരു മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ ഉപയോഗിക്കുന്ന മുഴുവൻ ആധുനിക ജീവിത സൗകര്യങ്ങളും നിർമ്മിച്ചത് ശാസ്ത്രത്തിന്റെ ഈ തരത്തിലുള്ള മെത്തേഡ് വഴിയാണ്. അപ്പോൾ ഇതുപോലെയുള്ള വിവരങ്ങളെ കൂടി തങ്ങളുടെ ആശയങ്ങളിലേക്ക് ഉൾക്കൊള്ളിക്കാൻ മതപണ്ഡിതന്മാരായവർക്ക് കഴിയണം എന്നാണ് എന്റെ അഭിപ്രായം. എന്റെ വിനീതമായ അഭിപ്രായത്തോട് ഞാനത് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വേദിയിലും സദസ്സിലുമുള്ള സമാദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മിലേവരിലും പ്രപഞ്ചനാഥനായ ദൈവത്തിന്റെ അനുഗ്രഹാശിസുകൾ സദാ വർഷിക്കുമാറാവട്ടെ. വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു വളരെ വിശദമായ ചർച്ച ആവശ്യമില്ല. കാരണം അവിഷയകമായി വിവാദപരമായത് കടന്നു വന്നിട്ടില്ല. പക്ഷെ എന്റെ അവസാനം പ്രസംഗിച്ച സഹോദരൻ ചില കാര്യങ്ങൾ വരെ സൂചിപ്പിക്കേണ്ടത്, അത് പരാമർശമർഹിക്കുന്നതാണ് എന്ന് തോന്നുകൊണ്ടുകൊണ്ട് മാത്രം പറയാം. ഒന്ന്, മതത്തിന്റെ മേഖല ഇടുങ്ങുന്നു, അഥവാ വ്യത്യസ്ത മതസമൂഹങ്ങൾക്കിടയിലുള്ള മേഖലകൾ ഇടുങ്ങുന്നു എന്ന്. അത് അദ്ദേഹം അനുഭവത്തിലൂടെ പറഞ്ഞു. ഞാൻ അനുഭവത്തിലൂടെ പറയുന്നത് വളരെ വിശാലമാകുന്നു എന്ന്. അത് ഏറ്റവും വലിയ ഉദാഹരണം, ഞാൻ അന്ന് ചുരുങ്ങിയ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചെങ്കിലും വിശാലമാകുന്നു. അത് ഏറ്റവും മനോഹരമായ അവസാനത്തെ ഉദാഹരണം കേരളീയ സമൂഹം, മലയാളി സമൂഹം ലോകമുടനീളം നോക്കിക്കണ്ടു. അത് പാളയം പള്ളിയിൽ കേരളത്തിലെ എല്ലാ മതവിശ്വാസികളും ആണും പെണ്ണും ഒക്കെ ഒരുമിച്ച് കൂടി അവിടെ മുസ്ലിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ബാക്കിയുള്ളവർ അണിയിൽ നിന്നുകൊണ്ട് തന്നെ പങ്കാളികളായി എന്നതാണ്. അത് അവിടെ മാത്രമല്ല, കേരളത്തിലെ മുസ്ലിം പള്ളികളൊക്കെ അതിന്റെ കവാടങ്ങൾ, പ്രത്യേകിച്ചും ഈ ഡയലോഗ് സെന്റർ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനമൊക്കെ അവരുടെ പള്ളിയുടെ കവാടങ്ങൾ ജാതി മതമന്യേ ഏവർക്കും തുറന്നു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് വിശാലമാവുകയാണ് എന്നാണ് എന്റെ അനുഭവം പറയാം. ഞാൻ വെള്ളിയാഴ്ച പ്രാർത്ഥന നടത്തുന്ന പള്ളിയിൽ ഇന്ന് ഞാൻ നടത്തിയത് പെരുമ്പിലാവ് പള്ളിയിലായിരുന്നു. ഇന്ന് എന്റെ ബഹുമാന്യനായ സഹോദരൻ MD നാലപ്പാട് പ്രസംഗത്തിന്റെ ആദ്യാവസാനവും നമസ്കാരം കഴിയുന്നത് വരെയും പള്ളിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു, പള്ളിയെ അദ്ദേഹം പറഞ്ഞതിന് ഭിന്നമാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ സമകാലീന കേരളീയ അനുഭവം എന്ന് മാത്രം സംബന്ധമായി പറയാം. പിന്നെ ശാസ്ത്രത്തെ സംബന്ധിച്ച് ശാസ്ത്രം വളരെ മനുഷ്യരാശിക്ക് വമ്പിച്ച സംഭാവന ചെയ്തിട്ടുണ്ട്. ഇന്നും സംഭാവന ചെയ്യുന്നുണ്ട്, നാളെയും ചെയ്യും. പക്ഷെ ശാസ്ത്രം അതിൽ പടുത്തുയർത്തപ്പെടുന്ന ദർശനം പലപ്പോഴും അബദ്ധപൂർണ്ണമാണ്. അത് ഇവിടെ പറഞ്ഞു അതിന്റെ ചില അബദ്ധങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ജീവജാലങ്ങൾക്ക് ജന്മവാസനുണ്ട്, മനുഷ്യനും ജന്മവാസനുണ്ട്. ജീവജാലങ്ങളുടെ ജന്മവാസനകളെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിയില്ല. മനുഷ്യൻ അവന്റെ ജന്മവാസനകളെ നിയന്ത്രിക്കാൻ കഴിയും. ആ വ്യത്യാസത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് ശാസ്ത്രമാണെങ്കിൽ ശാസ്ത്രത്തിന്റെ ആദർശം തെറ്റിയിരിക്കും. വിശന്നു വലഞ്ഞ് പശുവിന് പുല്ല് കിട്ടിയാൽ തിന്നാതിരിക്കാൻ കഴിയില്ല. എന്റെ തള്ള പശു എന്നെക്കാൾ വിശന്നിട്ടുള്ളല്ലോ, അത് തിന്നട്ടെ, എന്നിട്ട് ഞാൻ തിന്നോളാൻ
എന്ന് തീരുമാനിക്കാൻ കഴിയില്ല. ദാഹിച്ചു അതിന് പട്ടിക്ക് വെള്ളം കിട്ടിയാൽ അത് കുടിക്കാതിരിക്കാൻ കഴിയില്ല, മറ്റു പട്ടികൾക്ക് കൊടുക്കാൻ കഴിയില്ല. അത് കാരണം അവയ്ക്ക് അവയുടെ ജന്മവാസനയെ നിയന്ത്രിക്കാൻ സാധ്യമല്ല. കുത്താൻ വരുന്നൊരു പോത്തിനു മുമ്പിൽ അകപ്പെട്ടു പോയ മറ്റൊരു പോത്ത് പാവം സാധു പൊറത്തു കൊടുക്കുക, മാപ്പ് കൊടുക്കുക, ക്ഷമിക്കാന്ന് വിചാരിക്കാൻ കഴിയില്ല. ഒരു കാള മുന്നിൽ കാണുന്ന പശു എന്റെ ഭാര്യയാണോ അല്ലേന്ന് അന്വേഷിക്കാറില്ല. അതുകൊണ്ടല്ലേ മലയാള കവി പാടിയ കാളയ്ക്ക് ഇന്നൊരു വേളി, നാളെ മറ്റൊരു വേളി, മറ്റന്നാളും നാലാം നാളും വേറെ വേറെ വേളിയെന്ന്. അതുകൊണ്ട് കന്നുകാലികൾക്കൊരു ലോകമുണ്ട്, മൃഗങ്ങൾക്കൊരു ലോകമുണ്ട്, ഇഴജീവികൾക്ക് മറ്റൊരു ലോകമുണ്ട്, പറവകൾക്ക് മറ്റൊരു ലോകമുണ്ട്. അവരുടെ ജന്മവാസമുണ്ട്. ജന്മവാസന ചിലപ്പോൾ മനുഷ്യരെക്കാൾ മികച്ചിരിക്കുന്ന ഒരുപാട് ജീവജാലങ്ങളുണ്ടാവും. ആർട്ടിക് പക്ഷി അവിടെ കാലാവസ്ഥ പ്രതികൂലമാകുമ്പോൾ 17,000 കിലോമീറ്റർ ദൂരെയുള്ള അന്റാർട്ടിക്കിലേക്ക് വഴിതെറ്റാതെ പറക്കും. അതവിടെ ജന്മസിദ്ധമായ കഴിവാണ്. 17,000 കിലോമീറ്റർ മനുഷ്യനുണ്ടോ വഴിതെറ്റാൻ നടക്കാൻ കഴിയും? അവിടെ വെച്ച് മുട്ടയിടും കുട്ടികളുണ്ടാവും. കുട്ടികൾ വരിഞ്ഞ് വലുതായാൽ തിരിച്ചു പറക്കും. തിരിച്ചു പറക്ക ആദ്യമാരാണ് പക്ഷി കുഞ്ഞുങ്ങളാ. പിന്നെ ആൺപക്ഷി പറക്കും, പിന്നെ പെൺപക്ഷി പറക്കും, അവസാനം ആൺപക്ഷി പറക്കും. പക്ഷേ ആർട്ടിക് പക്ഷികൾക്ക് ആർട്ടിക്കിൽ നിന്ന് കേരളത്തിലേക്ക് പറഞ്ഞിടാൻ കഴിയില്ല, അന്റാർട്ടിക്കയെ വെക്കാൻ കഴിയുള്ളൂ. കാരണം ജന്മവാസനയിൽ അങ്ങനെയാണുള്ളത്. അതിൽ ലംഘിക്കാൻ അവയ്ക്ക് സാധ്യമല്ല. പക്ഷെ മനുഷ്യന് സാധ്യമാണ്. അവൻ നല്ല വിശപ്പുള്ളപ്പോൾ ആഹാരം കഴിക്കാൻ അതിയായ ആഗ്രഹമുണ്ടെങ്കിലും തന്നെക്കാൾ വിശന്നവനെ കാണുമ്പോൾ ആ ആഹാരം തന്നെപ്പോലെ വിശന്നവനെ കാണുമ്പോൾ കഴിക്കാതെ അവന് കുടിക്കാൻ കഴിയും. ഇത് ജീവജാലങ്ങൾക്ക് സാധ്യമല്ലാത്ത മനുഷ്യന്റെ മൂല്യമാണ്. തന്റെ മുമ്പിൽ നിൽക്കുന്ന പെണ്ണ് ഉപയോഗിക്കാൻ മനുഷ്യന് ആഗ്രഹമുണ്ടെങ്കിലും നോക്കാതിരിക്കാൻ അവന് കഴിയും. ഇത് അവന്റെ ജന്മവാസനയെ നിയന്ത്രിക്കാനുള്ള അവന്റെ മൂല്യബോധമാണ്. ഇത് ജീവജാലങ്ങൾക്കില്ലാത്തതാണ്. ജീവജാലങ്ങൾക്കില്ലാത്ത ഒരു നിയന്ത്രണ കഴിവ്, സംയമനശേഷി മനുഷ്യനുണ്ട്. അതാണ് അവന്റെ ആത്മീയത സവിശേഷത. അതിനെ ഉത്തേജിപ്പിക്കുകയാണ് മതം ചെയ്യുന്നത്. അവിടെയാണ് എന്റെ ബഹുമാന്യനായ സഹോദരൻ ദാവൂദ് സാഹിബ് പറഞ്ഞ, അല്ലെങ്കിൽ പാസംഗിയർ പറഞ്ഞ മതം സമൂഹത്തിന് നൽകുന്ന മൂല്യങ്ങൾ എന്നത് അവിടെയാണ് കടന്നു വരുന്നത്. മനുഷ്യ ആത്മാവിനെ, അഥവാ മനുഷ്യ ജീവിതത്തെ നിയന്ത്രിക്കാനുള്ള, അവനെ സംയമനം പുലർത്താനുള്ള, അവന്റെ മേൽ അവന്റെ ശാരീരിക ഇച്ഛകളെ നിയന്ത്രിക്കാനുള്ള അവന്റെ കഴിവിനെ ഉത്തേജിപ്പിച്ചുകൊണ്ട് അതിനെ മാനവികമാക്കി മാറ്റുമ്പോഴാണ് അവൻ മൃഗങ്ങളുടെ തലത്തിൽ നിന്ന് മനുഷ്യനായി മാറുക. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യന്റെ ജന്മവാസനകളുടെ നിർവിഘ്നമായ നിർവഹണം ജന്തുപരമാണ്. അവയുടെ നിയന്ത്രണമാണ് മാനുഷികം, അതാവുന്നു മതം നിർവഹിക്കുന്ന ദൗത്യം. അതുകൊണ്ട് അത് ശാസ്ത്രം മൂല്യബോധം നൽകുന്ന മനുഷ്യന്റെ ശരീരശാസ്ത്രത്തിന്റെ ഘടനയിൽ നിന്നാണ് എന്ന് പറയുന്നത് അബദ്ധമാണ്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ജീവജാലങ്ങൾക്ക് തീർച്ചയായും ജീവജാലങ്ങളില്ലാത്ത മനുഷ്യന് സവിശേഷമായ സിദ്ധിക്ക് നിർവചനം നൽകാൻ കഴിയേണ്ടതായിരുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അങ്ങനെയല്ല വസ്തുത എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്ന പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരൂപണത്തിന് വിധേയമാവുന്നതാണ്. പിന്നെ നിരൂപണത്തിന് വിധേയമാക്കാവുന്ന അതൊക്കെ വളരെ വളരെ പെട്ടെന്ന് ആളുകൾക്ക് അല്പം ആലോചിച്ചാൽ മനസ്സാവുന്നതായതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യം മാത്രം സൂചിപ്പിക്കാം. ചോദ്യം വളരെ വ്യക്തമാണ്. എന്താണ് മതം? ഏതായിരുന്നാലും ശരി, വേദഗ്രന്ഥങ്ങളുള്ള മതങ്ങൾ പറയുന്നു മതം എന്നത് മനുഷ്യ ജീവിതത്തിന് ദൈവം നൽകിയ ജീവിതക്രമമാണ്, ജീവിതവ്യവസ്ഥ. പിന്നെ ചോദ്യം വളരെ പ്രസക്തം, മതം പൊതുജീവിതത്തിൽ ഇടപെടണമെന്നുള്ള ചോദ്യം. കേരളത്തിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ട്, കേരളീയ പൊതുബോധം ഇടപെടരുത് എന്നാണ്. അതാണ് KN പണിക്കർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. മതം പൊതുജീവിതത്തിൽ ഇടപെടരുത് എന്ന കേരളീയ പൊതുബോധത്തെയാണ് അത്തരം എഴുത്തുകാർ ഇവിടെ നിലനിർത്തുവാൻ ശ്രമിക്കുന്നത് എന്നതാണ് പ്രശ്നം. അതിന്റെ ദുരന്തവും കേരളീയ സമൂഹം അനുഭവിക്കുന്നത്. അതെന്താണ്? അത് ആചാരമതം വളരുന്നു, ആരാധനാ മതം വളരുന്നു, അനുഷ്ഠാന മതം വളരുന്നു. പക്ഷേ യഥാർത്ഥ മതം ഇവിടെ വളരുകയല്ല, തളരുന്നു. അതിന്റെ ഉദാഹരണം, ക്ഷേത്രങ്ങൾ വർദ്ധിക്കുന്നു, ക്ഷേത്രത്തിൽ പോകുന്നവർ വർദ്ധിക്കുന്നു, പള്ളികൾ വർദ്ധിക്കുന്നു, പള്ളി പോകുന്നവരുടെ എണ്ണം കൂടുന്നു. അതുപോലെ ചർച്ചുകൾ വർദ്ധിക്കുന്നു, ചർച്ച് പോകുന്നവരുടെ എണ്ണം കൂടുന്നു, ഹജ്ജിന് പോകുന്നവരുടെ എണ്ണം കൂടുന്നു, അതുപോലെ ശബരിമലയിൽ പോകുന്നവരുടെ എണ്ണം കൂടുന്നു. പക്ഷേ പൊതുജീവിതത്തിൽ ഇതിന്റെ ഒന്നും മൂല്യങ്ങൾ കാണില്ല. എന്താ കാരണം അറിയോ? ഈ കേരളക്കരയിൽ സൃഷ്ടിച്ചെടുത്തൊരു പൊതുബോധമുണ്ട്. അത് മതം സ്വകാര്യ ജീവിതത്തിൽ പരിമിതമാകണം, പൊതുജീവിതത്തിൽ ഇടപെടരുത്. ഇടപെടുന്നു എന്നതിനെ ഇപ്പോഴും മതമൗലികവാദം, ഫണ്ടമെന്റലിസം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. അത് കേരളീയ സമൂഹത്തിൽ അങ്ങനെയുള്ള ബോധം നിലനിൽക്കുന്നത്. അവിടെ വെച്ച് ഒരു ചോദ്യം ചോദിക്കേണ്ട ഒറ്റ ചോദ്യം മതവിശ്വാസികൾ ചോദിച്ചു: ദൈവത്തിന് മനുഷ്യൻ നിയമം നൽകുകയാണോ, മനുഷ്യൻ ദൈവം നിയമം നൽകുകയാണോ വേണ്ടത്? ദൈവത്തെ മനുഷ്യൻ നിയന്ത്രിക്കാണോ വേണ്ടത്, മനുഷ്യൻ ദൈവം നിയന്ത്രിക്കാണോ വേണ്ടത്? അപ്പോൾ പറയാ, ദൈവത്തോട് പറയാണ്, നീ ഞങ്ങൾക്ക് ഏതൊക്കെ ജീവിതത്തിൽ നിയമം നൽകണ്ട, പൊതുജീവിതത്തിൽ, സാമ്പത്തിക ജീവിതത്തിൽ നിയമം നൽകണ്ട, സാമൂഹ്യ ജീവിതത്തിൽ നൽകണ്ട, സാംസ്കാരിക ജീവിതത്തിൽ അവിടേക്കൊന്നും നീ പ്രവേശിക്കണ്ട, അവിടെയൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. നീ ആകെ ഞങ്ങളെ ആരാധനാ കാര്യത്തിൽ പറഞ്ഞു.
നീയുമായുള്ള സ്വകാര്യ ഇടപാട് ഞങ്ങൾക്ക് നിയമം നൽകിക്കോ, ബാക്കിയുള്ളവർക്കും കടന്നു വരണ്ട എന്ന് ദൈവത്തിന് കൽപ്പന നൽകുന്ന ധിക്കാരപരമായ നിലപാടാണ് മതം പുതിയത്തിൽ ഇടപെടരുത് എന്ന് പറയുന്നത്. വളരെ ലളിതമല്ലേ സത്യം? മനുഷ്യൻ ദൈവത്തോട് കൽപ്പിക്കാം, നീ അതിലൊന്നും പറയണ്ട, അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം, അതൊക്കെ ഞങ്ങളുടെ ഭൗതിക ജീവിതത്തിലെ കാര്യം ഞങ്ങൾ തീരുമാനിച്ചോളാം, അവിടെ നീ കടന്നു വേണ്ട, നിന്റെ നിർദ്ദേശം വേണ്ട, നിന്റെ വ്യവസ്ഥയും വേണ്ട, വന്നാൽ ഞങ്ങൾ സ്വീകരിക്കൂല, ഞങ്ങൾ പൊതുവിധത്തിൽ ഇടപെടാൻ സമ്മതിക്കൂല. അപ്പോൾ ദൈവത്തിന് അങ്ങോട്ട് നിർദ്ദേശം നൽകുകയാണ്. ദൈവത്തിന് മനുഷ്യൻ പരിമിതികളും ഏർപ്പെടുത്താണ്. ഇത് മനുഷ്യൻ ദൈവമാകാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ദൈവത്തെ പോലെ ആണ് എന്ന അഹന്തയുടെ, അഹങ്കാരത്തിന്റെ, ധാർഷ്ട്യത്തിന്റെ ഫലമാണ് മതം പുതിയത്തിൽ ഇടപെടരുത് എന്ന ധാരണ. ഇസ്ലാമിനെ കുറിച്ച് വളരെ വ്യക്തമാണ് ഇതിന്റെ നിലപാട്. ആരാധനാ കർമ്മങ്ങൾ നിർബന്ധമാക്കപ്പെടുന്നതിന് വേണ്ടിയാണ് ഇസ്ലാം പൊതുജീവിതത്തിൽ അതിശക്തമായി ഇടപെട്ടത്. പ്രവാചകനായ മുഹമ്മദ് നബി നിയോഗ്യമായ ഘട്ടം മക്കാഘട്ടം. വിശുദ്ധ ദേവാലയത്തിൽ കഅബയിൽ അബ്രഹാം പ്രവാചകൻ, ഇബ്രാഹിം നബി ഏകനായ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിച്ച ആ ദേവാലയത്തിൽ 360ഓളം വിഗ്രഹങ്ങൾ ഉണ്ടായിരിക്കെ ആ വിഗ്രഹങ്ങളെ പൂജിക്കുന്നതിന്റെ അർത്ഥശൂന്യത, നിരർത്ഥകത ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കെ തന്നെ ചെറിയൊരു സംഖ്യ സ്വീകരിച്ചോളൂ, മഹാഭൂരിപക്ഷം സ്വീകരിച്ചില്ല. അതവിടെ തുടരവേ തന്നെയാണ് 5 നേരത്തെ സമയനിർണയമായ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ ആരാധനാ കാര്യങ്ങൾ നമ്മുടെ ആധുനിക കേരളീയ ഭൗതിക സമൂഹത്തിന്റെ ഭാഷയനുസരിച്ച് സ്വകാര്യ ജീവിതത്തിലെ ആരാധന അനുഷ്ഠാനങ്ങൾ നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പാണ് സാമൂഹ്യ ജീവിതത്തിലെ ഇടപെടലുകളെല്ലാം ഉണ്ടായത്. സാമ്പത്തിക രംഗത്തെ കുറ്റകൃത്യത്തെക്കുറിച്ച് പറഞ്ഞു, വൈലുൽ ലിൽ മുത്തഫിഫീൻ, കള്ളത്താപ്പുകാർക്ക് നാശം. അഥവാ അളന്നു കൊടുക്കുമ്പോൾ കുറവെടുക്കുക, ഇങ്ങോട്ട് എടുക്കുമ്പോൾ കൂടുതൽ എടുക്കുക, തൂക്കി കൊടുക്കുമ്പോൾ കുറയ്ക്കുക, എടുക്കുമ്പോൾ വർദ്ധിപ്പിക്കുക. അഥവാ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള അതിശക്തമായ വേദഗ്രന്ഥത്തിന്റെ, ദൈവത്തിന്റെ ഇടപെടലുണ്ടായത് 5 നേരത്തെ നമസ്കാരവും നോമ്പും സകാത്തും ഹജ്ജും എന്ന ആരാധനകൾ നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പാണ്. അനാഥകളെ അവഗണിക്കുകയും അഗതികൾക്ക് അവരുടെ അന്നം നൽകാൻ പ്രേരിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നത് മതനിഷേധമാണ് എന്ന് പഠിപ്പിച്ചത് ആരാധനാ കർമ്മങ്ങൾ നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പാണ്. ഭൂമിയിലെ ഏറ്റവും മഹത്തായ കാര്യം ഒമാ അതറാക്കമല്ലക്കബ, എന്താണ് ഏറ്റവും മഹത്തായ, ഏറ്റവും പുണ്യകരമായ മലമ്പാത എന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞു, അത് അടിയാളന്റെ മോചനമാണ്, കടുത്ത ദാരിദ്ര്യത്തിനുള്ള അന്നദാനമാണ്, അടുത്ത ബന്ധുവായ അനാഥയ്ക്ക്, അതുപോലെ മണ്ണ് പുരണ്ട അഗതിക്ക്. അടിയാളന്റെ മോചനവും അനാഥയുടെ കാര്യവും അഗതിയുടെ കാര്യവും വേദഗ്രന്ഥം ഇടപെട്ടുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിച്ചത് ആരാധനാകർമ്മങ്ങൾ, 4 ആരാധനാകർമ്മങ്ങൾ നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പാണ് എന്നർത്ഥം. അച്ഛനമ്മമാരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് കൽപ്പിക്കുന്ന ലുക്മാൻ എന്ന അധ്യായത്തിൽ അച്ഛനമ്മമാരുടെ സമീപനം എന്താണ്, എങ്ങനെയായിരിക്കണം അവരുടെ സമീപനം എന്ന് പഠിപ്പിച്ചത് എന്ന ശാസന നൽകിയത്, വിശദാംശങ്ങൾ നൽകിയത് 4 ആരാധനാകർമ്മങ്ങളും നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പാണ് എന്നർത്ഥം. ജീവനോടെ കുഴിച്ചു മൂടിയുന്ന പെൺകുട്ടിയുടെ കാര്യത്തിലുള്ള വേദഗ്രന്ഥത്തിന്റെ ഇടപെടലുണ്ടായത് സമയനിർണയമായ നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പാണ് എന്നർത്ഥം. എന്നല്ല ഇവിടെ സൂചിപ്പിച്ച ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശത്തിന്റെ പ്രയോഗവൽക്കരണത്തിലൂടെ സ്ഥാപിതമാകുന്ന ഒരു രാഷ്ട്രത്തെക്കുറിച്ച് ശുഭവാർത്ത നൽകിയത് 4 ആരാധനാകർമ്മങ്ങൾ നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പാണ്. 360 വിഗ്രഹങ്ങൾ വിശുദ്ധ ദേവാലയത്തിൽ പൂജിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വരാനിരിക്കുന്ന രാഷ്ട്രത്തെക്കുറിച്ച് ശുഭവാർത്ത നൽകിയത് അതെന്തായിരുന്നു? നിങ്ങൾ ഈ പുതിയ ദർശനത്തെ നിങ്ങൾ സ്വീകരിക്കൂ, ഈ ആദർശത്തെ നിങ്ങൾ സ്വീകരിക്കൂ. ആ ആദർശത്തിലൂടെ ഒരു രാജ്യം നിലവിൽ വരും. ആ രാജ്യത്തിന്റെ പ്രത്യേകത എന്താണ്? ഒരു ലോകം നിലവിലും. ആ ലോകത്തിന്റെ പ്രത്യേകത എന്താണ്? അതും പഠിപ്പിച്ചത് 5 നേരത്തെ സമയനിർണയമായി നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജ് നിർബന്ധമാക്കപ്പെടുന്നതാണ്. ആ രാജ്യത്തിന്റെ പ്രത്യേകത എന്താണ്? അതിവിടെ സൂചിപ്പിച്ചു. അമ്നി എന്ന് എന്റെ സുഹൃത്ത് ഹസീബ് സായും ദാവൂദ് സായും പറഞ്ഞു, നിർഭയത്വമെന്ന്. അത് പ്രവാചകൻ ഇത്തിരി കൂടി വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, മുതൽ ഹളറമൗത്ത് വരെ. ഭാരതീയ ഭാഷയിൽ പറഞ്ഞാൽ ഹത്താ യസീറ റാക്കിമിൻ ഹിമാലയ കന്യാകുമാരി വലാ യഖാഫു ഇല്ലല്ലാഹ് വദ്ദീബല വനമിഹി. ഹിമാലയ സാനുക്കൾ തൊട്ട് കന്യാകുമാരി വരെ ഒരു യാത്രാ സംഘത്തിന്, അല്ലെങ്കിൽ ഒരു പെണ്ണിന്, ദൈവത്തെയും തന്റെ ആടിനെ വെട്ടിയാടുന്ന ചെന്നായിയുമല്ലാതെ മറ്റാരെയും ഭയപ്പെടാതെ നിർഭയമായി സഞ്ചരിക്കാൻ കഴിയുന്ന ശാന്തസുന്ദരമായ ക്ഷേമപൂർണമായ ഭദ്രതയുള്ള ഒരു രാജ്യത്തിന്റെ നിർമ്മിതിയെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് നിർബന്ധമായ 4 ആരാധനാകർമ്മങ്ങൾ, സമയനിർണയമായ നമസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പായിരുന്നു എന്നർത്ഥം. അതുകൊണ്ട് ഞാൻ ഒറ്റക്കാര്യമേ സൂചിപ്പിച്ചുള്ളൂ, പൊതുജീവിതത്തിന് മതം മാറ്റിവെക്കുക എന്ന പ്രശ്നമേ ഇല്ല.
ഇസ്ലാമിൽ 3 തരം കുറ്റങ്ങളൊന്ന്. ഒന്ന് ദൈവം സ്വമേധയാ അവന്റെ കാരുണ്യം കൊണ്ട് പുറത്തു കൊടുക്കുന്നവ. അതിന് വേദഗ്രന്ഥം പറഞ്ഞ് ദൈവം ഇച്ഛിക്കുന്നവർക്കൊക്കെയും അവൻ മാപ്പാക്കി കൊടുക്കും. അവൻ ഇച്ഛിക്കുന്നവർ മാത്രമേ അവരുടെ കുറ്റകാരണമായി അവരെ ശിക്ഷിക്കുകയുള്ളൂ. അഥവാ അത് ദൈവത്തിന്റെ സ്വയം അവൻ പുറത്തു കൊടുക്കുന്ന കുറ്റങ്ങൾ. രണ്ടാമത്തേത് പശ്ചാത്താപത്തിലൂടെ പൊറുക്കുന്ന കുറ്റം. അത് ദൈവത്തിൽ പങ്കുചേർക്കുക. സാങ്കേതിക ഭാഷയിൽ എന്റെ സുഹൃത്ത് അബ്ദുൽ ഹസീസ് മഹസാനി സൂചിപ്പിച്ച ഷിർക്ക് എന്ന് പറയുന്ന ദൈവത്തിൽ പങ്കു ചേർക്കുക എന്ന കുറ്റമാണ്. അത് പശ്ചാത്തപിച്ചാലാണ് പുറത്തു കൊടുക്കുക. എന്നാൽ ഏറ്റവും ഗുരുതരമായ തെറ്റ് എന്തിനെന്ന് ചോദിച്ചാൽ പശ്ചാത്താപവും പ്രായശ്ചിത്തവും ആവശ്യമുള്ള കുറ്റമാണ്. അത് മനുഷ്യനോട് ചെയ്യുന്ന തെറ്റാണ്. മനുഷ്യനോട് ചെയ്യുന്ന തെറ്റ് ആദ്യം മനുഷ്യനോട് മാപ്പ് ചോദിക്കണം, പിന്നെ ദൈവത്തോട് പശ്ചാത്തപിക്കണം. അതുകൊണ്ട് ഏറ്റവും ഗുരുതരമായ തെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യനോട് ചെയ്യുന്ന തെറ്റാണ്. അതിന് മനുഷ്യൻ തന്നെ മാപ്പ് കൊടുക്കേണ്ടതുണ്ട്. അന്യന്റെ ധനം അപഹരിക്കുന്നത്, അവന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്നത്, അവന്റെ വികാരങ്ങളെ വർണ്ണപ്പെടുത്തുന്നത്, അവന്റെ അവകാശങ്ങൾ കയ്യേറുന്നത്, അതെല്ലാം അതിൽ പെടുന്നു എന്നർത്ഥം. അതുകൊണ്ട് ഏറ്റവും ഗുരുതരമായി ഇസ്ലാം കാണുന്ന ഏതെന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ അവകാശങ്ങൾ കയ്യേറുന്നതാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥന എന്ന ഏറ്റവും മർമ്മപ്രധാനമായ ദൈവത്തും മനുഷ്യൻ നടത്തുന്ന സ്വകാര്യ ഇടപാട്, അഥവാ ഇവിടെ മതത്തിന് ഭൗതികവാദികൾ അനുവദിച്ചു തന്ന ഒരു മേഖലയുണ്ടോ പ്രാർത്ഥന. ആ പ്രാർത്ഥന പോലും സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? പ്രവാചകന്റെ ഒരു വചനമുണ്ട്. ഒരാൾ ഇരു കൈയും ഇങ്ങനെ ഉയർത്തി ദൈവമേ, തമ്പുരാനെ, ഈശ്വര, പടച്ചോനെ, കർത്താവേ എന്നിങ്ങനെ ഗോഡ്, ബുദ്ധ എല്ലാം വിളിച്ച് പറയാണ്. എന്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാം. പക്ഷെ പ്രവാചകൻ ചോദിച്ചു എങ്ങനെ അയാളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനാണ്? അത് തിന്നുന്നത് നിഷിദ്ധമാണ്, കുടിക്കുന്നത് നിഷിദ്ധമാണ്, ധരിക്കുന്നത് നിഷിദ്ധമാണ്, ഊട്ടപ്പെട്ടത് നിഷിദ്ധത്തിലാണ്. അപ്പോൾ അന്യന്റെ അവകാശങ്ങൾ കവർന്നെടുത്ത ധനം കഴിക്കുന്നവന്റെ പ്രാർത്ഥന പോലും സ്വീകാര്യമല്ല എങ്കിൽ പൊതുജീവിതമാണ് മതത്തിന്റെ മർമ്മം എന്ന് മനസ്സിലാക്കാൻ ഇനി ആർക്കെന്തെങ്കിലും പറയേണ്ടതുണ്ടോ? അഥവാ മനുഷ്യന്റെ അവകാശങ്ങൾ കവർന്നെടുക്കുമ്പോൾ അവന്റെ ന്യായമായ അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കാത്തവന്റെ പ്രാർത്ഥന പോലും സ്വീകാര്യമല്ലെങ്കിൽ പിന്നിട്ട് മതം. ദൈവവുമായുള്ള സ്വകാര്യ ഇടപാട് പോലും ശരിയാവണമെങ്കിൽ എന്ത് വേണം? പൊതുജീവിതത്തിൽ അയാൾ വിശുദ്ധി പുലർത്തണം, പൊതുജീവിതത്തിൽ അയാൾ സത്യസന്ധത പുലർത്തണം, അയാളുടെ പൊതുജീവിതം അർത്ഥപൂർണമാവണം. പോരാ. ഇവിടെ എന്റെ അച്ഛൻ തട്ടിലച്ഛന്റെ ആത്മസുഹൃത്ത് തട്ടിലച്ഛൻ പറഞ്ഞു, ഒരു ബിബ്ലിക്കൽ കഥ പറഞ്ഞു. അതേ ബിബ്ലിക്കൽ കഥ മറ്റൊരു ഭാഷയിൽ പ്രവാചകനും പറഞ്ഞിട്ടുണ്ട്. അഥവാ വിശക്കുന്നവൻ അന്നം നൽകാത്തവൻ ദൈവത്തെ കണ്ടെത്താത്തവനാണ്, അഥവാ ദൈവത്തെ തള്ളിപ്പറയുന്നവനാണ്. ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കാത്തവൻ, രോഗിയെ സന്ദർശിക്കാത്തവൻ, എല്ലാം പ്രവാചകനും അങ്ങനെ തന്നെ പഠിപ്പിച്ചിരിക്കുന്നു. മനുഷ്യന്റെ അവകാശങ്ങൾ നേടിക്കൊടുക്കാനുള്ള ബാധ്യത വിശ്വാസികളിൽ അർപ്പിതമാണ്. ആ ബാധ്യത അവർ നിർവഹിക്കേണ്ടതുണ്ട്. അത് എവിടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടോ അവിടെയൊക്കെ അത് നേടിക്കൊടുക്കേണ്ടതുണ്ട്. അത് നേടിക്കൊടുക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മതവിശ്വാസികൾക്ക് മാത്രമല്ല, മതമില്ലാത്തവന് നേടിക്കൊടുക്കണം, മതമില്ലാത്തവനും നേടിക്കൊടുക്കണം, ഭൗതികവാദിക്ക് നേടിക്കൊടുക്കണം. എവിടെ മനുഷ്യന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുവോ അവിടെ അവന്റെ അവകാശങ്ങൾ നേടിക്കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, അനീതി നടക്കുന്നു, അനീതിക്കെതിരെ ശബ്ദിക്കുന്നില്ല എങ്കിൽ അത് ഊമയായ പിശാച്ചാണ്. അനീതി നടക്കുമ്പോൾ അനീതിക്കെതിരെ ശബ്ദിക്കാത്തവൻ ഊമയായ പിശാച്ചാണ്. അതിന്റെ ഒരു ആധുനിക പണ്ഡിതൻ പറഞ്ഞു, മർദ്ദനം നടക്കുന്നു, മർദ്ദിതന്റെ വിലാപം ഉയരുന്നു, എന്നിട്ട് മർദ്ദകനെ തടയാനും മർദ്ദനെ സഹായിക്കാനും ഒരു സംഘത്തെ കാണുന്നില്ല എങ്കിൽ അവിടെ മതസമൂഹമില്ല. മതസമൂഹമുണ്ട് എന്നതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ മർദ്ദനത്തിനെതിരെ, അക്രമത്തിനെതിരെ, അവകാശ നിഷേധത്തിനെതിരെ, ചൂഷണത്തിനെതിരെയുള്ള പൊരുതാനുള്ള സന്നദ്ധതയുള്ള ഒരു സംഘമുണ്ടെങ്കിലേ മതസമൂഹമുണ്ട് എന്ന് പറയാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള ഒരു ദർശനം പൊതുജീവിതത്തിൽ ഇടപെടുന്നോ എന്ന ചോദ്യം അത് അപ്പുറം മാറ്റി നിർത്തേണ്ടതാണ് എന്നാണ് എന്റെ വിനീതമായ വിശ്വാസം. ഒന്നുകൂടി നിങ്ങൾ ഓർത്തു നോക്കൂ, പ്രവാചകന്റെ ഒരു വചനമുണ്ട്, മൻ മശാമ മദ്ലൂമിൻ ഹത്താ യുസബ്ബിതലഹു ഹഖ്ഖു സബ്ബത്തല്ലാഹു ഖദമ യൗമ തസിലുൽ അഖ്ദാം. മർദ്ദിതന്റെ അവകാശം നേടിക്കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന മനുഷ്യൻ, അങ്ങനെ നേടിക്കൊടുക്കുന്നവൻ അന്ത്യനാളിൽ രക്ഷപ്പെടുന്നവന്റെ കൂട്ടത്തിൽ അവനായിരിക്കും ഉണ്ടാവുക എന്നും പറഞ്ഞു. അതുകൊണ്ട് മതം പൊതുജീവിതത്തിന്റെ എല്ലാ പൊതുജീവിതത്തിലും ഇടപെടും. കാരണം ദൈവത്തിന് മനുഷ്യനെ പരിചയപ്പെടുത്താൻ സാധ്യമല്ലല്ലോ. രാഷ്ട്രീയത്തിലും അങ്ങനെയാണ്. രാഷ്ട്രീയത്തിലൊക്കെ മതം ഇടവിനെ കുറിച്ച് പറയാം, മതരാഷ്ട്രവാദം എന്നൊക്കെ ചില ആളുകൾ പറയാൻ. മതരാഷ്ട്രവാദം എന്താണ്? രാഷ്ട്രീയത്തിലെ ദൈവത്തിനോട് പറയാൻ അവിടെ മാത്രം വരണ്ടായെന്ന്. യഥാർത്ഥത്തിൽ മുഴു ജീവിത മേഖലയും മൂല്യവത്താക്കുക എന്നതാണ് മതത്തിന്റെ നിയോഗം.
രാഷ്ട്രത്തിന്റെ ക്ഷേമപൂർണ്ണമായ രാഷ്ട്രം, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മൂല്യാധിഷ്ഠിതമായ ക്ഷേമ രാഷ്ട്രം എന്നതാണ് മതം മുന്നോട്ട് വെക്കുന്നത്. മൂല്യാധിഷ്ഠിതമായ ക്ഷേമ രാഷ്ട്രം, ആ രാഷ്ട്രത്തിന്റെ സവിശേഷതയും അങ്ങനെ തന്നെയാണ്. അവിടെയൊക്കെയും നമുക്ക് മതത്തിൻ്റെതായ നിയോഗം കാണുവാൻ കഴിയും. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ, പക്ഷേ മതസമൂഹത്തെ അനുഭവിച്ചറിയുന്നത് എങ്ങനെയെന്ന് മൗലിക പ്രധാനമായ പ്രശ്നം. സമൂഹം എങ്ങനെ അനുഭവിച്ചറിയും? ഞാൻ 1000 ദിവസം സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചത് കൊണ്ട് എന്റെ അടുത്ത് താമസിക്കുക എന്റെ അയൽക്കാരനായ രാമനോ കൃഷ്ണനോ ഞാൻ 1000 ദിവസം സുന്നത്ത് നോമ്പ് തൊട്ടത് 10,000 ദിവസം ഞാൻ സുന്നത്ത് നമസ്കരിച്ചത് കൊണ്ട് 10 ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് എന്റെ അയൽക്കാരനായ രാമനോ കൃഷ്ണനോ ജോസഫിനോ ഒരു നേട്ടവുമില്ല, ഒരു ഗുണവുമില്ല. അയാൾ എന്നെ എങ്ങനെ അനുഭവിച്ചറിയുന്നു എന്നതാണ് പ്രശ്നം. എന്റെ സ്വഭാവത്തെ, എന്റെ സമീപനത്തെ, എന്റെ സമ്പ്രദായത്തെ, എന്റെ ജീവിത രീതിയെ അയാൾ എങ്ങനെ അനുഭവിച്ചറിയുന്നു എന്നാണ്. അവിടെയാണ് മതത്തിന്റെ മാനവികമായ ഇടപെടൽ. എന്റെ അവസാനത്തെ 3 വായന ഞങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാം. അത് മറ്റൊന്നുമല്ല, മതത്തെ യഥാവിധി ഉൾക്കൊള്ളുമ്പോൾ ഒരു നേടിയെടുക്കുന്ന മാനവികത സമൂഹത്തിലേക്ക് പ്രസരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നേട്ടം അത് അനുഭവിക്കുന്നവരെ മാത്രമല്ല സ്വാധീനിക്കും. മലയാളത്തിലെ ഈ പ്രാവശ്യത്തിൽ മലയാള മനോരമയുടെ വാർഷിക പതിപ്പിലെ 1ാമത്തെ ലേഖനം ടി പത്മനാഭന്റേതാണ്. ടി പത്മനാഭൻ എഴുതിയ 1ാമത്തെ ലേഖനം അദ്ദേഹത്തിന്റെ ഒരു ജീവിതാനുഭവത്തെ പച്ചയായി അവതരിപ്പിക്കാം. കണ്ണൂരിലെ സൈനുദ്ദീൻ എന്ന ഡോക്ടർ, അദ്ദേഹം രോഗികളെ വളരെയേറെ ശുശ്രൂഷിക്കുന്ന പാവപ്പെട്ട രോഗികളിൽ നിന്ന് പൈസ വാങ്ങാത്ത ആളായി. ഒരു ദിവസം വളരെ ദൂരെ ചേറും ചളിയുമുള്ള വഴിയിലൂടെ നടന്നുപോയൊരു വീട്ടിൽ പോയി. അവിടെ രോഗിയുടെ അടുത്ത് ചെന്നപ്പോൾ രോഗി വളരെ പട്ടിണി പാവമായ രോഗിയാണ്. പരിശോധിച്ചു, മരുന്ന് കുറിച്ചു കൊടുത്തപ്പോൾ ഡോക്ടർക്ക് പൈസ കൊടുത്തു. പക്ഷേ സൈനുദ്ദീൻ ഡോക്ടർ പൈസ വാങ്ങിയില്ല. അദ്ദേഹം പറഞ്ഞു, ഒരു പണം വേണ്ട, നിങ്ങളുടെ രോഗം മാറാണ് പ്രധാനം, ഞാൻ മരുന്ന് കൊടുത്തേക്കും, അത് കൃത്യമായി കഴിക്കണം, രോഗം മാറട്ടെ. അങ്ങനെ ഡോക്ടർ വീട്ടിലേക്ക് തിരിച്ചു വന്നു. മരുന്ന് മാത്രമല്ല, പഞ്ചസാരയും ചായപ്പൊടിയും അരിയും അതുപോലെ തന്നെ മുളക് പൊടിയും ഉപ്പും ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഡോക്ടർ തന്റെ ഡ്രൈവറുടെ വശം ആ വീട്ടിലേക്ക് കൊടുത്തയച്ചു. ഈ സംഭവം പറയവേ ടി പത്മനാഭൻ എന്ന മലയാളത്തിന്റെ കലാകൃത്ത് എഴുതിയൊരു വാചകമുണ്ട്. ഞാൻ ഇത് കേട്ടപ്പോൾ എന്റെ മനസ്സ് ദേശകാലങ്ങൾക്കപ്പുറത്തേക്ക് പറന്നു പോവുകയായി, ഖലീഫ ഉമറിലേക്ക്. എന്നിട്ട് ഉമറുൽ ഫാറൂഖ്, 2ാം ഖലീഫ ഉമറുൽ ഫാറൂഖ് ഒരു ദരിദ്രയായ ഒരു പെണ്ണിന് സ്വന്തം തലയിൽ മാവ് ചുമന്നു കൊണ്ടുപോയി ഭക്ഷണം പാകം ചെയ്തു കൊടുത്ത കഥ ടി പത്മനാഭൻ എഴുതുന്നുണ്ട്. അവസാനം ഒന്നുകൂടിയുണ്ട്. ഈ സംഭവം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കെ അദ്ദേഹം പറഞ്ഞ ആൾ അനുഭവിച്ചത്. അപ്പോൾ ഈ സേവനത്തിന്റെ ഫലം അയാൾ അനുഭവിച്ച ആൾക്ക് മാത്രമല്ല, അതറിയുന്നവരിലും വലിയ അനുഭൂതി ഉണ്ടാക്കുന്നു എന്നതാണ്. മറ്റൊന്ന്, നട്ടലിന് ക്ഷതം ബാധിച്ച കണ്ണൂരിലെ ഠാണയിലെ ഒരു വ്യക്തി, അവിടുത്തെ ആ നട്ടലിന് ക്ഷതം ബാധിച്ച് പ്രാഥമിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ പോലും അദ്ദേഹം ഏറ്റവും പ്രയാസപ്പെടുന്ന മനുഷ്യർക്ക് തനിക്ക് ലഭിക്കുന്ന പണം തന്റെ ആവശ്യങ്ങൾ കഴിച്ച് ബാക്കിയുള്ളത് മുഴുവൻ 10,000 രൂപ എല്ലാ മാസവും 26-ാം തീയതി രോഗികൾക്ക് അയച്ചു കൊടുക്കുകയും അദ്ദേഹം തന്റെ വീൽ ചെയറിലിരുന്ന് നട്ടലിന് ക്ഷതം ബാധിച്ച് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്തൊരു മനുഷ്യൻ തന്റെ വീൽ ചെയറിലിരുന്ന് കണ്ണൂർ, മലപ്പുറം, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ രോഗികളെ സന്ദർശിച്ച് ആശ്വസിപ്പിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ഈ കഥ കേട്ട ശ്രദ്ധേയനായ പ്രവാസി ലേഖകൻ ബാബു ഭരദ്വാജ് അദ്ദേഹത്തിന്റെ വീട്ടിലെ ആഴ്ചയിൽ ഒരു ദിവസം സന്ദർശിക്കുന്ന സന്ദർശകൻ. ഞാൻ സൂചിപ്പിക്കുന്ന ഒറ്റ കാര്യമാണ്, മതത്തെ എങ്ങനെ അനുഭവിച്ചറിയുന്നു എന്നതാണ് പ്രശ്നം. അത് ഇവിടുത്തെ ഏറ്റവും പ്രയാസപ്പെടുന്നവന്റെ മുമ്പിൽ വിമോചനത്തിന്റെ മാർഗമായി വരുമ്പോൾ, ഏറ്റവും കഷ്ടപ്പെടുന്നവന്റെ മുമ്പിൽ അവന്റെ സേവനമായി വരുമ്പോൾ, അത് മതം അവന്റെ മുമ്പിൽ ഒരു യാഥാർത്ഥ്യമായി അനുഭവിക്കുന്നു. അതവന് മരുഭൂമിയിലെ തെളിനീര് പോലെ, നട്ടുച്ച നേരത്തെ മന്നമാരുതനെ പോലെ, പ്രഭാതത്തിന്റെ തുഷാര ബിന്ദുക്കളുടെ വിശുദ്ധി പോലെ, പൂമ്പൊടി മാറ്റുന്ന പൂമ്പാറ്റെ കാണുമ്പോഴുണ്ടാകുന്ന ആസ്വാദ്യത പോലെ, അത് ഉയരങ്ങളിലേക്ക് നോക്കുന്ന രാജാളിപ്പക്ഷിയെ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ സൃഷ്ടിക്കുന്ന ഔന്നത്യബോധം പോലെ മനുഷ്യരിൽ നന്മയുടെ പ്രകാശം പരത്തും. ആ നന്മയുടെ പ്രകാശം പരത്തുക എന്ന നിയോഗം മതവിശ്വാസികൾ ഏറ്റെടുക്കുമ്പോഴാണ് മതം പൊതുജീവിതത്തിൽ ഇടപെടണമെന്ന വാക്കുകൾക്ക് ജീവൻ ലഭിക്കുക. ആ ജീവൻ നൽകുവാനുള്ള പ്രേരണയായി, പ്രചോദകമായി ഈ ഒത്തുകൂടൽ, ഈ പരിപാടി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, എന്റെ വാക്കുകൾ കേട്ട നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രപഞ്ചനാഥൻ നാം അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, സഹോദരികളെ, മതം പൊതുജീവിതത്തിൽ എന്ന ഏറ്റവും കാലിക പ്രാധാന്യമുള്ള വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത്.
വളരെ ശ്രദ്ധേയമായി ഗൗരവത്തോടു കൂടി തന്നെ ചർച്ച നടന്നു കഴിഞ്ഞു. പടച്ച തമ്പുരാന് നന്ദി. അൽഹംദുലില്ലാ. വിഷയം അവതരിപ്പിച്ച, അധ്യക്ഷം വഹിച്ച ജനാബ്മാർ യൂസുഫ് ഉമരി, സി ദാവൂദ് എന്നിവർക്ക് നന്ദി പറയുന്നു. ചർച്ചയിൽ പങ്കെടുത്ത ആദരണീയരായ സ്വാമി അവയാനന്ദ, ഫാദർ റാഫേൽ തട്ടിൽ എന്നിവർ ഇവിടെ സ്ഥലത്തില്ല എങ്കിലും അവർക്കും നന്ദി പറയുന്നു. ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ബഹുമാന്യരായ അബ്ദുൽ ഹസീബ് മദനി, ജീവൻ ജോബ് തോമസ്, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുൻ എന്നിവർക്കും നന്ദി പറയുകയാണ്. ചർച്ച സശ്രദ്ധം ശ്രവിച്ച സഹോദരി സഹോദരന്മാർക്ക് വളരെ വളരെ നന്ദി. ഒരിക്കൽ കൂടി ദിശയുടെ പേരിൽ, ഡയലോഗ് സെന്ററിന്റെ പേരിൽ എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും.